It's over to Dr. Mariamma John to moderate the Malayalam session. നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1861 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ അനിത സോമൻ, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ്, കേരള. അന്തരിച്ച ശ്രീ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറുടെ ആരാധിക. 37 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. റൂബ്രിക്കിലൂടെ ഒരു പര്യടനം 4ാം ഭാഗം. റൂബ്രിക്കിന് എങ്ങനെയാണ് ഇന്റൻസിറ്റി കൊടുക്കുന്നത് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് അനിത സോമൻ ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. ഒത്തിരി ആളിന് ശേഷമാണ് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം ഇതിന്റെ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവൽ ഹനിമാനെ എന്റെ പ്രണാമം. അതോടൊപ്പം തന്നെ എന്റെ മാനസ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ സാറിന് പ്രണാമം. ഇന്നത്തെ സബ്ജക്റ്റ് റൂബ്രിക്കിലൂടെ എന്നുള്ള ഒരു പര്യടനമാണ്. പക്ഷെ ആ ഇന്റൻസിറ്റി പറയണമെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം ഓരോ റൂബ്രിക്കിനെയും നമ്മൾ വേർതിരിച്ചറിയണമെങ്കിൽ ആ പേഷ്യന്റെ വാക്കുകളിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ വന്നെങ്കിൽ കറക്റ്റ് നമുക്ക് മെഡിസിനിലോട്ട് എത്താൻ സാധിക്കുകയുള്ളു. അപ്പൊ കറക്റ്റിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ശരിക്ക് റൂബ്രിക്കിനെ പറ്റിയും റെപ്പർട്ടറിയെ പറ്റിയും അറിയണം. കാരണം ഹോമിയോപ്പതി ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അതിന്റെ സ്റ്റൂളിന്റെ 3 കാലുണ്ടെങ്കിൽ മാത്രമേ ഹോമിയോപ്പതി ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനോൺ. ഫിലോസഫി നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട മെട്രിയം മെഡിക്കയാണ്. മെട്രിയം മെഡിക്ക പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മെട്രിയം മെഡിക്കയിലുള്ള സിംറ്റത്തിന് നമുക്ക് റെപ്പർട്ടോറിയൽ ലാംഗ്വേജിലാക്കുക എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പറയുന്ന വാക്കുകളെ നമുക്ക് റെപ്പർട്ടോറിയൽ ലാംഗ്വേജിലാക്കണം. അപ്പൊ ഇത് 3 ഉണ്ടെങ്കിൽ ഹോമിയോപ്പതി ശരിയായിട്ട് നമുക്ക് ഹോമിയോപ്പതിയെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു. അപ്പൊ ഹോമിയോപ്പതി അവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് മലയാളം സെക്ഷൻ ആണെന്നുള്ള അവർക്ക് മനസ്സിലായി. ദിസ് ഇസ് മലയാളം സെക്ഷൻ. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ആദ്യം ഓർഗനോ. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഡിസീസ് വരുമ്പോൾ, ഒരു പേഷ്യന്റ് ഒരു ഡിസീസുമായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അക്യൂട്ട് ഡിസീസ് ആണോ ക്രോണിക് ഡിസീസ് ആണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അക്യൂട്ട് ഡിസീസ് ആകുമ്പോഴത്തേക്ക് ഹനിമാൻ തന്നെ പറയുന്നുണ്ട്, 5th അഫോറിസത്തിൽ പറയുന്നുണ്ട്, അതിന്റെ എക്സൈറ്റിംഗ് കോസ് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അക്യൂട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഡിസീസ് നമുക്ക് അക്യൂട്ട് ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ വന്നിട്ട് അത് സൈക്കോസിസിലോട്ടോ അല്ലെങ്കിൽ സിബിലിറ്റിക്കിലോട്ടോ പോകുന്ന കണ്ടീഷൻ ആയിരിക്കാം. പക്ഷേ ഇപ്പൊ ഇത് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടും ആ ഡിസീസ് റിപ്പീറ്റഡ് ആയിട്ട്, ആദ്യം ഒന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ ടെമ്പററി റിലീഫ് കിട്ടുന്നു, വീണ്ടും ആ ഡിസീസ് റിപ്പീറ്റഡ് ആയി വരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വന്ന് അത് വേറെ ഡിസീസിലോട്ട് പോകുന്നു. ഈവൻ ഹോമിയോപ്പതിക്ക് സപ്രഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അലോപ്പതിക്ക് സപ്രഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആയുർവേദിക് സപ്രഷൻ കൊണ്ടായിരിക്കാം ഡിസീസ് വേറെ ഹയർ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ക്രോണിക് ഡിസീസാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസുകളിൽ അക്യൂട്ട് ഡിസീസിലാണ് നമ്മൾ അവരുടെ എക്സൈറ്റിംഗ് കോസ്, മെന്റൽ ആസ് വെൽ ആസ് ഫിസിക്കൽ എക്സൈറ്റിംഗ് കോസ് എടുക്കുക, ആസ് വെൽ ആസ് ചേഞ്ച് ഡിസ്പോസിഷനും എടുക്കുക. പേഷ്യന്റെ ചേഞ്ച് ഡിസ്പോസിഷൻ, മൈൻഡ് എങ്ങനെയാണ് ഇത് വന്നതിന് ശേഷം പേഷ്യന്റെ മൈൻഡ് ഏത് രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഹനിമാൻ തന്നെ പറയുന്നുണ്ട്, 213ാമത്തെ അഫോറിസത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അതുപോലെ 122ാമത്തെ ഫുട് നോട്ടിലും ഹനിമാൻ പറയുന്നുണ്ട്, നമ്മളിപ്പോ അക്കണൈറ്റ് ഒരിക്കലും ഒരു മൈൽഡ് ആയിട്ടുള്ള പേഴ്സണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ആക്ട് ചെയ്യത്തില്ല.
ആ റെസ്റ്റ്ലെസ് ആയിട്ട് നെർവസ് റെസ്റ്റ്ലെസ്നെസ് ഉള്ള പേഷ്യന്റിന് കൊടുത്തെങ്കിൽ മാത്രമേ അത് ആക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ നക്സോമിക്ക ഹാപ്പി ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള ആളിന് ഒരിക്കലും നക്സോമിക്ക കൊടുക്കാൻ ഒക്കില്ല. നക്സോമിക്ക എപ്പോഴും ആംഗ്രി ആൻഡ് സെൻസിറ്റീവ് പേഴ്സൺ ആണ്. ഭയങ്കര ചെറിയ കാര്യത്തിനും ട്രിപ്പിൾസിന് പോലും സെൻസിറ്റീവ് ആണ് പേഷ്യന്റ്. അംബീഷ്യസ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് പൾസാറില ഒരിക്കലും ഹാപ്പി ആൻഡ് ഗേ ആയിട്ടുള്ള പേഴ്സൺ ഒരിക്കലും കൊടുക്കാൻ ഒക്കില്ല. പൾസാറില എപ്പോഴും വീപ്പിംഗ് റെമഡിയാണ്. നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട് വീപ്പിംഗ് റെമഡിയാണ്. ഹനുമാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആസ് വെൽ ആസ് ഇഗ്നേഷ്യ ഒരിക്കലും ഒരു ശാന്തമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവിടെ ഹിസ്റ്റീരിക്കൽ ആയിട്ടുള്ള നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇഗ്നേഷ്യ കൊടുത്താൽ ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതാണ് ചേഞ്ച് ഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. ആ ചേഞ്ച് ഡിസ്പോസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ മെഡിസിൻ കൊടുക്കാൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതേസമയം ക്രോണിക് കേസിൽ ആ പേഷ്യന്റ് ഒറിജിനൽ ഡിസ്പോസിഷൻ ആണ് എടുക്കേണ്ടത്. കൊച്ചിലെ എങ്ങനെയായിരുന്നു ആ പേഷ്യന്റ് ബിഹേവിയർ, എങ്ങനെയായിരുന്നു, ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ, അതോ ഇന്റലക്ച്വലി ഡള്ളാണോ, അതോ ഇന്റലക്ച്വലി കീൻ ആണോ, പിന്നെ പേഷ്യന്റ് എല്ലാവരുമായിട്ടും ഒരു വിൽ പവർ കൂടിയ പേഷ്യന്റ് ആയിരുന്നോ, അതോ വിൽ പവർ കുറഞ്ഞ കോൺഫിഡൻസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉള്ള പേഷ്യന്റ് ആയിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ക്രോണിക് ഡിസീസ് എടുക്കാൻ. അതുപോലെ ക്രോണിക് ഡിസീസ് തുടങ്ങുന്ന എപ്പോഴാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം ചോദിക്കേണ്ടത്. എന്നാണ് നിങ്ങൾക്ക് ഈ ഡിസീസ് വന്നത്? ആ ഡിസീസ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായ മാനസികമായിട്ടുള്ള സ്ട്രഗിൾ എന്താണ്? അതുകൊണ്ടാണ് GNM പഠിക്കണമെന്ന് പറയുന്നത്. കാരണം GNM പഠിക്കുമ്പോഴും നമുക്ക് ഓരോ ഓർഗനെയും ബാധിക്കുമ്പോഴും നമുക്ക് അതിനെപ്പറ്റി കോസ് അറിയാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ GIT ട്രാക്റ്റിനെയാണ് ബാധിക്കുന്നതെങ്കിൽ, ഒരു അസിഡിറ്റി കേസാണ് വരുന്നതെങ്കിൽ ആ പേഷ്യന്റിന് എന്തായാലും ഒരു ഇൻഡൈജസ്റ്റബിൾ ആങ്കർ അല്ലെങ്കിൽ ഇൻഡിഗ്നേഷൻ അല്ലെങ്കിൽ സപ്രസ്ഡ് ആങ്കർ അവിടെ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. പേഷ്യന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്നാണ് ഡിസീസ് വന്നതെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും, അല്ലാതെ അല്ല. അതുപോലെ ഹാർട്ടിനാണ് കംപ്ലൈന്റ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ലവ് ഡോൺസ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഞാൻ എല്ലാവർക്കും ന്യൂട്രീഷൻ കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് ന്യൂട്രീഷൻ കിട്ടുന്നില്ല, വയസ്സാം കാലത്ത് എനിക്ക് ന്യൂട്രീഷൻ കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള കപട സ്നേഹം എനിക്ക് വേണ്ട എന്ന് ആലോചിക്കുമ്പോഴാണ് കൊറോണറി ആർട്ടറി ബ്ലോക്ക് ആയി പോകുന്നത്. ഇതെല്ലാം ഓരോ ഓർഗനും ഓരോ കോസ് ഉണ്ട്. ഡിസീസ് വരാനുള്ള കോസ് മെന്റൽ കോസ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുന്ന കോസ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ് ഉണ്ട്. ഇപ്പൊ കിഡ്നിയിലാണെങ്കിൽ പാരങ്കൈമയാണ് ബാധിക്കുന്നത്, കിഡ്നിയുടെ പാരങ്കൈമയാണ് ബാധിക്കുന്നതെങ്കിൽ അവിടെ സർവൈവൽ കോൺഫ്ലിക്റ്റ് ആണ്. എനിക്ക് സർവൈവ് ചെയ്യാൻ ഒക്കുന്നില്ല, ഐ ആം ഫോർസേക്കൺ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മരിക്കുന്നതെന്ന് ആഗ്രഹം തോന്നുന്നത്. കാരണം എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല, ഈ സറൗണ്ടിങ്സ് ഒന്നും എന്നെ നിലനിൽക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സർവൈവൽ കോൺഫ്ലിക്റ്റ് എടുക്കണം. അതേ റീനൽ ട്യൂബിൾസിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അവിടെ വെള്ളം കെട്ടുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അബാൻഡന്റ്, അവർ ഫോർസേക്കൺ ഫീലിംഗ് വന്നിട്ട് അവിടെ വെള്ളം കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ പാർട്ടും ഓരോ കോൺഫ്ലിക്റ്റ് ഉള്ളിലുണ്ട്. ആ കോൺഫ്ലിക്റ്റ് വിട്ട് ഇപ്പൊ സ്കിന്നിനെയാണ് ബാധിക്കുന്നതെങ്കിൽ, സ്കിന്നിനെ ബാധിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പാണ്. സ്കിൻ എപ്പോഴും നമ്മുടെ റിലേഷൻ മൊത്തം കവർ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. അത് സ്കിന്നാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, നമ്മൾ ടച്ച് അവിടെ നിന്നാണ്, സ്കിന്നിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്കൊരു അറ്റാച്ച്മെന്റ് കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ് വന്നാലും ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ബിറ്റ്വീൻ റിലേഷൻഷിപ്പിൽ ഒരു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് കിട്ടുന്നു എന്നുള്ള പേടിച്ചിട്ട് വേണമെങ്കിലും സ്കിൻ ഡിസീസ് ഉണ്ടാകാം. അപ്പൊ അത് ഓരോന്നിനും ഓരോ കാരണമുണ്ട്. ആ കാരണം കോസ് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഒരു പേഷ്യന്റ് വന്നായിരുന്നു. അവർക്ക് കുട്ടിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞാണ് വന്നത്, പനിയുമാണെന്ന്. 6 മാസേ ആയുള്ളൂ. അപ്പൊ ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴ് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ പേടിച്ചല്ലോ, കുഞ്ഞ് പേടിച്ചോന്ന് ചോദിച്ചു. ഇല്ല പേടിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പേടിക്കുക അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിന്നായിരിക്കും പനി വന്നത്. പനി വന്നാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് താഴ്ന്നതാണ്. അപ്പൊ എന്തോ സംതിങ്, അത് അടുത്ത് കുട്ടികളുണ്ട്, കുട്ടികളിൽ നിന്ന് പനി പകർന്നതാണെന്ന്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു മെഡിസിൻ അത് കുഴപ്പമില്ല, ചുമയുണ്ട്, നല്ല ചുമയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും പേടിച്ചിട്ടുണ്ട് ഈ കൊച്ച്,
എന്തോ പേടിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കൊച്ചിന് ചുമ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ കുറച്ച് ടെൻഷനുണ്ട് ഡോക്ടറെ, എനിക്ക് പാലും കുറവാണ്, കുഞ്ഞ് 1 മാസം മുമ്പ് പാല് ഒന്ന് പെട്ടെന്ന് നിന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു 1 മാസം മുമ്പ് നിങ്ങൾക്ക് എന്തോ ഭയങ്കര ഒരു സ്ട്രെസ് വന്നല്ലോ, എന്താണ് വന്നത്? അത് കുറച്ച് കുഴപ്പമുണ്ടായി. എൻ്റെ അമ്മായി അമ്മ പെട്ടെന്ന് വെരിക്കോസ് അൾസർ ഉണ്ടായിട്ട് ഓപ്പറേഷന് കൊണ്ടുപോയി, അവര് കോമാ സ്റ്റേറ്റിൽ ആയിപ്പോയി. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഞാൻ തന്നെ നോക്കണം. പിന്നെ എൻ്റെ നാത്തൂനുണ്ട്, അവരൊന്നും ചെയ്യത്തില്ല, അവര് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവര് പോകുന്നു. ബാക്കി ഉള്ള റെസ്പോൺസിബിലിറ്റി ആ പിള്ളേരെയും ഞാൻ നോക്കണം, ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് അതിനെയും നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കാലിലൊരു മുറിവുണ്ടായി, ഇടത് കാലില് തമ്പിലൊരു മുറിവ് വന്ന്, ബിഗ് ടോയില് ഒരു മുറിവ് വന്ന്. അപ്പൊ ആ മുറിവ് ഞാൻ അലോപ്പതിയിൽ ഇപ്പൊ കൊണ്ടുപോയി. ഇന്നലെ ആ ദിവസം എൻ്റെ അടുത്ത് വരുന്നതിന് ഒരു 3 ദിവസം മുമ്പ് കൊണ്ടുപോയി കാണിച്ചപ്പോ ആന്റിബയോട്ടിക് തന്ന്. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഓയിൻമെന്റും ഒക്കെ തന്ന്. ഞാൻ അങ്ങനെ നോക്കട്ടെ എന്ന് വെച്ചപ്പോ നോക്കിയപ്പോ മുറിവ് നല്ല അങ്ങ് ഈ ബിഗ് ടോയ് അങ്ങ് പഴുത്ത് വല്ലാതെ ഇരിക്കുന്നു. പക്ഷെ ഓയിൻമെന്റ് ഇട്ടുകൊണ്ട് കുറച്ച് ഉണക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ആയുർവേദത്തിൽ പോയി, അപ്പൊ പറ്റിയില്ല, അങ്ങനെ അലോപ്പതിയിൽ പോയാണ് ഇപ്പൊ ഇരിക്കുന്നത്. നമ്മൾ അത് ആ കുഞ്ഞിനെ ബാധിക്കത്തില്ല, അതിന്റെ ഇമ്മ്യൂണിറ്റി താഴുവല്ല, അതായിരിക്കും വന്നത് കൊച്ചിന് പനി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വരാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിട്ട് എന്തോ നിങ്ങൾ ഇത് വന്ന്, റൈറ്റ് ഹാൻഡഡ് ഫെല്ലോ ആണ്. അപ്പൊ നിങ്ങളുടെ അമ്മയായിട്ട് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് വന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്റെ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. കാല് ഉപയോഗിക്കുന്നത് എന്തിനാണ്? മുന്നോട്ട് പോകാനാണ്, പിറകോട്ടല്ലല്ലോ പോകുന്നത്, മുന്നോട്ടാണ് പോകുന്നത്. അപ്പൊ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല. എനിക്ക് എന്റെ കാര്യങ്ങളും എൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ആരോട് ദേഷ്യം? ഇദ്ദേഹത്തിനോട് തന്നെ ദേഷ്യമാണെന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞു അത് ശരിയാണ് ഡോക്ടറെ, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം, ഈ ഉള്ള ജോലി എല്ലാം ചെയ്യണം, ഈ കുഞ്ഞിനെ നോക്കണം, എല്ലാം കൂടെ എന്നെ കൊണ്ട് ഒക്കുന്നില്ല. അപ്പൊ ഞാൻ അത് ഉടനെ ഞാൻ റൂബ്രിക്കായിട്ട് മാറ്റി. അവർക്ക് അവരോട് ഡിസ്കസ്ഡ് ഓൺ സെൽഫാണ്, സ്വന്തമായിട്ട് അവർക്ക് അവരോട് തന്നെ ദേഷ്യം. അതുകൊണ്ട് അവിടെ വ്രണം വന്നു, അവരുടെ ദേഷ്യത്തിൽ നിന്നാണ് വ്രണം വന്നത്, അൾസർ വന്നത്. അപ്പൊ ഡിസ്കസ്ഡ് ഓൺ സെൽഫ് ആസ് വെൽ ആന്റഗോണിസം ഹെഡ് സെൽഫ് വിത്ത്, ഇതൊക്കെ ആട്ടോമ്യൂൺ റൂബ്രിക്കുകളാണ്. എടുത്തപ്പോ സെപ്പിയാണ് വന്നത്. സെപ്പിയ 200 ഞാൻ ഒരു ഡോസ് കൊടുത്തു. ഈ കുഞ്ഞിനെ നിങ്ങൾ കഴിച്ചാൽ മതി, കുഞ്ഞിന് നിങ്ങളുടെ പാലിൽ നിന്ന് കിട്ടും, നിങ്ങളുടെ പാലുണ്ടാകും. പിന്നെ അത് ഞാൻ എടുത്ത മാമയില് ലാക്ക് ഓഫ് മിൽക്കും എടുത്തായിരുന്നു, മിൽക്ക് ഡിക്രീസിങ് മിൽക്ക് പ്രൊഡക്ഷൻ എന്നുള്ള ആ റൂബ്രിക്കും എടുത്താൻ ചെസ്റ്റിൽ നിന്ന്. ഇത്രയും എടുത്തപ്പോ സെപ്പിയ തന്നെ ഇതെല്ലാം കവർ ചെയ്യുന്ന സെപ്പിയ കൊടുത്ത്. ഈ ആഴ്ച അവർ ഇന്നലെ വന്നപ്പോ കംപ്ലീറ്റ് ഉണങ്ങി, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അന്ന് തന്നെ അസുഖം മാറിയെന്ന് പറഞ്ഞു, അവരുടെ കാലും ഉണങ്ങി. അപ്പൊ അതാണ് അവരുടെ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കുക. അവർക്ക് അവരോട് തന്നെ ദേഷ്യം വന്നിട്ടാണ് ഇത് ഉണ്ടായത്. ഇപ്പൊ അവർക്ക് അവരുടെ ജോലി മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സന്തോഷത്തോടു കൂടി അവർ മാനേജ് ചെയ്യുന്നതാണ്. ഈവൻ അവരുടെ അമ്മായി അമ്മയെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ട്രക്യോസ്റ്റമിയൊക്കെ ചെയ്ത് ഓക്സിജനൊക്കെ കൊടുത്ത് ഇട്ടേക്കാണ്, എന്നിട്ട് അതും മാനേജ് ചെയ്യുന്നെന്നാ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് റൂബ്രിക്ക് നമുക്ക് സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ റെപ്പർട്ടറി ശരിക്കും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ സെൻസിറ്റിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സെൻസിറ്റീവ് റൂബ്രിക്ക് കുറേ ഉണ്ട്. അപ്പൊ അതിൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പേഷ്യന്റിന് ആദ്യം വരുന്നത് ഇറിറ്റേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റിയാണ്. ഒരു ആളിന് അത് വന്നു കഴിഞ്ഞാല് അതാണ് സോറ എന്ന് പറയുന്നത്, സോറിക് അഫെക്ഷൻ എന്ന് പറയുന്നത്. അത് വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ്, ആരെങ്കിലും പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും, ഇമോഷണലി, മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി റിയാക്ട് ചെയ്യും. എന്ന് പറഞ്ഞപ്പോ അലർജിക് റൈനൈറ്റിസ്, നമുക്ക് ഏതിനോടെങ്കിലും സെൻസിറ്റീവ് വന്നെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് നമ്മൾ അത് റിജക്ട് ചെയ്യുന്ന, അത് തള്ളിക്കളയുന്നു. ഇപ്പൊ അലർജിക്ക് ഇത് കോഫ് വരുന്ന എന്താണ്, നമുക്ക് ആരുടെ പ്രസൻസ് നമുക്ക് പേടി ഉണ്ടാക്കുന്നു, ആ ലങ്സിനും ബാധിക്കുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് പേടിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അത് പേടി വരുന്നു. അപ്പൊ അതിനെ റിജക്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഡിഫൻസീവ് മെക്കാനിസം ആണ് കോഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസിറ്റിവിറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഓൺ ഫീലിങ്സിന് ഭയങ്കര അവെയർ ആവുമ്പോഴാണ്
നമുക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ സെൻസിറ്റീവ് അബോർഷൻ, ഇൻ ത്രട്ടനിങ് അബോർഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റീവ്. അടുത്ത പ്രഗ്നൻസി ആകുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റീവ്. എനിക്ക് അബോർഷൻ ആവും ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോഴത്തേക്ക് 2 മെഡിസിനെ പറയുന്നുണ്ട്, ബെൽഡോണ ആൻഡ് നക്സോമിക. അതുപോലെ സെൻസിറ്റീവ് എഗ്രിബിൾ ഇംപ്രഷൻ ടു, അതൊരു കേസ് സാറിന്റെ തന്നെ സാർ പറഞ്ഞിട്ടുണ്ട് കേസ്. ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴേ ഓട്ടിസം ആസ് വെൽ ആസ് ADHD ഉള്ള കുഞ്ഞായിരുന്നു, പെൺകുട്ടി. അപ്പൊ ആ കുഞ്ഞിന് എന്റെ പ്രത്യേകത ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞത്, ഈ ഓട്ടിസത്തിന് സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യില്ലല്ലോ. അപ്പൊ അമ്മയടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത്, പൂജാമുറിയിൽ കുഞ്ഞ് കയറിയില്ല, പൂജാമുറിയുടെ അടുത്തെത്തുമ്പോ തന്നെ കുഞ്ഞങ്ങോട്ട് ഫിറ്റ്സ് ഉണ്ടാകും. ഒരു ക്ഷേത്രത്തിലും കൊണ്ടുപോകാനൊക്കില്ല, ഈവൻ ഭസ്മം ഇത് ഇടാനൊക്കത്തില്ല, ചന്ദനം ഇടാൻ ഒക്കത്തില്ല, ഉടനെ ഫിറ്റ്സ് വന്ന് കൊച്ചങ്ങ് മറിഞ്ഞടിച്ച് വീഴുകയാണ്. സാർ എടുത്ത റൂബ്രിക് ഇതാണ്, സെൻസിറ്റീവ് എഗ്രിബിൾ ഇംപ്രഷൻ ടു. ഒറ്റ മെഡിസിനേ ഉള്ളൂ, ആർണിക്ക കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ കുഞ്ഞിന് 1 മാസം കഴിഞ്ഞപ്പോ അതിന്റെ അസുഖങ്ങളും കുറഞ്ഞു വന്നു, ഈ ഓട്ടിസോ ആസ് വെൽ ആസ് ADHDയും കുറഞ്ഞു വന്നു, ആസ് വെൽ ആസ് അതിന് ആ പൂജാമുറിയുടെ അകത്ത് കയറാനും സാധിച്ചു. അതാണ് അത്രയും നമ്മുടെ മെഡിസിൻ അത്രയും സ്ട്രോങ് ആണ്. ആരും വിശ്വസിക്കത്തില്ല, കാരണം ഇതെങ്ങനെ ആക്റ്റീവ്, ആളുകളുടെ സയന്റിഫിസിറ്റി ഇല്ല, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതൊക്കെ. അതാണ് ഏറ്റവും വലിയ ഇത്. ആരെയും നമുക്ക് എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്ന സെന്റിനൽ നർസിൽ കൂടെ ഒന്ന് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്കിന്നിൽ നമ്മൾ അൺകോൺഷ്യസ് പേഷ്യന്റിൽ സ്കിന്നിൽ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ഹെൽത്തി സ്കിന്നിൽ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും പറയുന്നുണ്ട് ഹനുമാൻ. 284 അപ്പോർസ് അതെല്ലാം പറയുന്നുണ്ട്. ഒരിക്കലും ഡിസീസ്ഡ് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്, ഹെൽത്തി സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസീസ് അവിടുത്തെ സെന്റിനൽ നർസിൽ കൂടെ വേഗം നെർവ്സിലെത്തി അസുഖം മാറ്റും. അതുപോലെ സെൻസിറ്റീവ് ആൾട്ടർനേറ്റിംഗ് വിത്ത് ഇൻഡിഫറൻസ്. സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആവും, ഉടനെ തന്നെ ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അതിനോട് താല്പര്യമില്ലാത്ത പോലെ ബിഹേവ് ചെയ്യുക. അതും ഒറ്റ മെഡിസിനുണ്ട്, ബെൽഡോണ. പിന്നെ സെൻസിറ്റീവ് ടു ബ്യൂട്ടിഫുൾ നൈസ് തിങ്സ് കാണുമ്പോഴത്തേക്ക്, നല്ല ഫ്ലവർ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കാണുമ്പോൾ അവരെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ആ ഫ്ലവറിനെ പിടിച്ച് ഞെരിച്ച് കളയും. അത്രയ്ക്ക് സെൻസിറ്റിവിറ്റിയാണ്. ആ ബ്യൂട്ടിഫുൾ നൈസ് തിങ്സ് കാണുമ്പോഴത്തേക്ക് സെൻസിറ്റീവ് ആവുകയാണ് പേഷ്യന്റ്, മെന്റലി ആസ് വെൽ ആസ് ഇമോഷണലി ഉണ്ടാവുകയാണ്. അത് ഒറ്റ മെഡിസിനേ ഉള്ള മെഡോർണ. പിന്നെ കാരണമില്ലാതെ സെൻസിറ്റീവ്, ഒരു കാര്യവും ഇല്ല, കാരണം ചോദിച്ചാൽ എനിക്ക് കാരണം ഒന്നും അറിഞ്ഞിട്ടോ ഡോക്ടറെ, എനിക്കാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആവും, എനിക്ക് ദേഷ്യം വരും, സങ്കടം വരും, എല്ലാം വരും, ഭയങ്കര റെസ്റ്ലെസ് ആവും, എന്നെ കൊണ്ട് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല, എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്ന പേഷ്യന്റ് പറയുകയാണെങ്കിൽ സെൻസിറ്റീവ് കോസ്ലെസ് ആണെങ്കിൽ ഒറ്റ മെഡിസിനുള്ള ട്യൂബർക്കിളിന. അതുപോലെ സെൻസിറ്റീവ് സർട്ടൻ പേഴ്സൺ ടു, ഇതെനിക്കൊരു കേസ് കിട്ടിയതാണ്. ഒരു പേഷ്യന്റ് ഭയങ്കരമായിട്ട് നടുവേദനയായിട്ട്, പേഷ്യന്റ് കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയിരുന്നു. ആ പേഷ്യന്റിന് അവര് അലോപ്പതി എന്തോ മെഡിസിൻ എടുത്തിട്ട് പതുക്കെ നടന്നൊക്കെ വന്നു, പക്ഷെ കുനിയാൻ പറ്റുന്നില്ല, നൂരാൻ പറ്റില്ല, നല്ല ജോലി ചെയ്യുന്ന മനുഷ്യനായിരുന്നു, പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കര വിഷമിച്ച് വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 6 മാസം, അല്ല 1.5 മാസോ 2 മാസോ ഒക്കെ ആയി ഡോക്ടർ എന്നോട്. അതിനു മുമ്പ് നിങ്ങൾ എന്തോ നിങ്ങളെ മനസ്സിനെ ബാധിക്കുന്ന എന്തോ സംതിങ് ഉണ്ടായല്ലോ, ഏറ്റവും ഭയങ്കരമായിട്ടുണ്ടായി. ഉണ്ടായി ഡോക്ടറെ, അതെ, എന്റെ ചേട്ടൻ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിച്ച് എന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നറിയാമോ? എന്റെ ചേട്ടൻ എൻ്റെ വന്ന പൈസ വാങ്ങിച്ചിട്ട് ആ പൈസ ഒരാഴ്ചക്കകത്ത് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത, ആ പൈസ കൊണ്ട്, കുറച്ച് പൈസ കൂടുതലായിരുന്നു തോന്നുന്നു, ആ പൈസ കൊണ്ട് അങ്ങേര് മുകൾ പോയി എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഡോക്ടർ. എന്നിട്ട് എന്നെ വന്ന്, ഇത് സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് എന്നെ വന്ന് കുറെ തെറിയ വിളിച്ചിട്ട് പോയി. എനിക്കത് സഹിക്കാനേ പറ്റിയില്ല ഡോക്ടർ. അതിന് ഇത് സെൻസിറ്റീവ് ടു സർട്ടൻ പേഴ്സൺ ടു. ഒറ്റ മെഡിസിൻ, ആ മെഡിസിൻ ഉണ്ട്, 3-4 മെഡിസിൻ ഉണ്ട്,
പക്ഷെ നാട്രം കാർബാണ് ഞാൻ കൊടുത്തത്. അത് തന്നെ എടുത്തപ്പോഴും നാട്രം കാർബാണ് വന്നത്. നാട്രം കാർബ് കൊടുത്ത അയാളുടെ നടുവേദന കംപ്ലീറ്റ് അങ്ങ് മാറിയായിരുന്നു. പക്ഷെ വേറെ മെഡിസിൻ ഉണ്ട്. അമോണിയം മൂറുണ്ട്, ഓറോ ഉണ്ട്, കാൽക്കേരിയ ഉണ്ട്, കാർസിനോസിൻ ഉണ്ട്, ക്രോട്ടാലിസ് ഫോറിഡസ് ഉണ്ട്, സ്റ്റാനോ ഉണ്ട്. പിന്നെ സെൻസിറ്റീവ് ചിൽഡ്രൻ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ട്, റെസ്ലെസ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ട്. അത് 40 മെഡിസിൻ ഉണ്ട്. അതില് 2 മാർക്ക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അക്കണൈറ്റ്, ബെൽഡോണ, ഓറം മ്യൂറിയാറ്റിക് നാട്രോനേറ്റം, കാർസിനോസിൻ, ചമോമല, ജൽസീമിയം, ഇഗ്നേഷ്യ, കാലിഫോസ്, പൾസാരില്ല, ഫോസ്ഫറസ്, സ്റ്റാഫി, ടുക്രിയ. കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അത് നമ്മളെ റെപ്പർട്ടറി എടുത്തെങ്കിലേ പറ്റുള്ളൂ. റെപ്പർട്ടറിയിൽ നോക്കി പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഒന്നുകൂടെ ഒന്ന് വായിച്ചേരെ. അക്കണൈറ്റ്, ബെല്ല്, ഓറം മ്യൂറിയാറ്റിക്കം നാട്രോനേറ്റം, കാർസിനോസിൻ, ചമോമല, ജൽസീമിയം, ഇഗ്നേഷ്യ, കാലിഫോസ്, പൾസാരില്ല, ഫോസ്ഫറസ്, സ്റ്റാഫി, ടുക്രിയ. സെൻസിറ്റീവ് ചിൽഡ്രനിൽ. പിന്നെ സെൻസിറ്റീവ് കോറിയയിൻ എന്ന് പറഞ്ഞാൽ ഇത് വരുമ്പോഴേ ഫിറ്റ്സ് പോലെ വരുമ്പോഴത്തേക്ക് സെൻസിറ്റിവിറ്റി കോറിയയിൻ ആണെങ്കിൽ 3 മെഡിസിനേ ഉള്ളു. കുപ്രം, അയോസിയാമസ് ആൻഡ് മൈഗെ. നാക്കൊക്കെ കടിച്ചു മുറിക്കുക. അത് കുപ്രം, അയോസിയാമസ്, അല്ലെങ്കിൽ ഇവരുടെ ഈ സെക്സ്വൽ ഓർഗനിൽ വലിച്ചു പിടിച്ച് അത് ഇത് ചെയ്യുക. അതാണെങ്കിൽ ഹയോസിയാമസ് കൊടുത്താൽ മതി. മൈഗയിലാണെങ്കിൽ ഇവിടെ കോടി വരും, ഫേസ് കോടി വരും. ഫിക്സ് വന്നിട്ട് കോടി വരികയാണെങ്കിൽ അത് മൈഗയിൽ കൊടുത്താൽ മതി. കുപ്രം ആണെങ്കിൽ ഭയങ്കര കൺവൽഷൻ, ഇങ്ങനെ കൈ ഭയങ്കരമായിട്ട് ഇതുണ്ടാകും കൺവൽഷൻ. പിന്നെ സെൻസിറ്റീവ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ സെൻസിറ്റീവ് ആവുന്നു. എന്തെങ്കിലും അലർജി ആയിട്ട് വരിക, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ചമോമല നക്സോമിക്ക എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സെൻസിറ്റീവ് കോമ്പിങ് ടു, തല ചീകുമ്പോ സെൻസിറ്റീവ്, തല ചീകാനേ സമ്മതിക്കില്ല പിള്ളേര്. ചില പ്രായമുള്ള ആളുകൾക്ക് ജഡ വരുന്നുണ്ടല്ലോ, അവർക്ക് സെൻസിറ്റിവിറ്റി കോമ്പിങ് ആണ്. കോമ്പി ചെയ്യാനേ ഒക്കത്തില്ല. ഒറ്റ മെഡിസിനേ ഉള്ളു, എപ്പിസ്. അവർക്ക് ഈ തല ചീകാനേ ഒക്കത്തില്ല, അത്ര സെൻസിറ്റിവിറ്റിയാണ്. മുടിയിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. പിന്നെ സെൻസിറ്റീവ് കംപ്ലൈൻസ് ടു ദ മോസ്റ്റ് ട്രിഫിൽ തിങ്സ്. ചെറിയ കാര്യം മതി ഭയങ്കരമായിട്ട് എടുത്ത് ഷൗട്ട് ചെയ്ത് ചാടുന്ന മെഡിസിൻ നക്സോമിക്ക. ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ് നക്സോമിക്കയ്ക്ക്. എല്ലാത്തിനോട് സെൻസിറ്റിവിറ്റിയാണ്. നോയ്സിനോട് സെൻസിറ്റിവിറ്റിയാണ്, മ്യൂസിക്കിനോട് സെൻസിറ്റീവ്, എല്ലാത്തിനോട് സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റീവ് ക്രൂവൽറ്റീസ് വെൻ ഹിയറിംഗ് ടു. ക്രൂവൽറ്റീസ് നടന്നത് കേട്ടാൽ മതി സെൻസിറ്റീവ് ആകും. പേഷ്യന്റ് ബോധം കെട്ട് വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാരലൈസ്ഡ് പോലെ തോന്നുകയാണെങ്കിൽ മെയിൻ റെമഡി കാൽക്കേരിയാണ്. കാൽക്കേരിയ എല്ലാം വരെ, കാൽക്കേരിയ ഫോസ് വരും, കാൽക്കേരിയ കാർബ് വരും, കാൽക്കേരിയ സിലിക്കേറ്റ് വരും, കാൽക്കേരിയ മൂറ് വരും, കുറെ കാൽക്കേരിയ സൾഫർ വരത്തില്ല. കാൽക്കേരിയയുടെ ബാക്കിയുള്ള എല്ലാം വരും. പിന്നെ 2 മാർക്ക് റെമഡീസ് എന്ന് പറയുന്നത് കാർസിനോസിൻ, കോസ്റ്റിക്കം, ഫോസ്ഫറസ് ആൻഡ് സ്പോഞ്ചിയ. സ്പോഞ്ചിയ ഈ ഇങ്ങനെ ക്രൂവൽറ്റീസ് ഹിയറിംഗ് കേട്ടിട്ട് ശ്വാസം മുട്ട് വരികയാണെങ്കിൽ സ്പോഞ്ചിയ കൊടുത്താൽ മതി. പിന്നെ സെൻസിറ്റീവ് ഡെലീറിയം ട്രെമൻസിൻ. ഈ ആൽക്കഹോൾ വിഡ്രാ ചെയ്യുമ്പോഴത്തേക്ക് ആള് ഭയങ്കര വിറയിൽ ഇതായിട്ട് വരികയാണെങ്കിൽ, സെൻസിറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ നക്സോമിക്ക ഫസ്റ്റ് റെമഡി. ഒറ്റ മെഡിസിനേ ഉള്ളൂ നക്സോമിക്ക. പിന്നെ സെൻസിറ്റീവ് ഡ്രഗ്സ് ഫ്രം നമ്മുടെ ഹോമിയോപ്പതിക്ക് തന്നെ ടിഞ്ചേഴ്സ് ചിലപ്പോൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ലോ പൊട്ടൻസി മെഡിസിൻസ് കൊടുത്തിട്ട് സെൻസിറ്റിവിറ്റി വരികയാണെങ്കിൽ അക്കണൈറ്റ് പറയുന്നുണ്ട്, ആഴ്സ് പറയുന്നുണ്ട്, ചമൂമല പറയുന്നുണ്ട്, കോഫിയ പറയുന്നുണ്ട്, ലൈക്കോപോഡിയം പറയുന്നുണ്ട്, നക്സോമിക്ക, പൾസാരില്ല, സെപ്പിയ, സൈലീഷ്യ, സൾഫർ. ഈ മെഡിസിൻസ് ആണ് സെൻസിറ്റീവ് ഡ്രഗ്സ് ഫ്രം. ഡ്രഗിൽ നിന്ന് സെൻസിറ്റിവിറ്റി വരെയാണ്. എന്നാൽ ടിഞ്ചർ പോലുള്ളതും അല്ലാതെ പേറ്റന്റ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെൻസിറ്റിവിറ്റി വരികയാണെങ്കിൽ. പിന്നെ സെൻസിറ്റീവ് ഈറ്റിംഗ് ആഫ്റ്റർ. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് സെൻസിറ്റീവ് ആയിട്ട് വയറിന് എരിച്ചിലോ അല്ലെങ്കിൽ ഗ്യാസ് കയറി നിറഞ്ഞോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നക്സോമിക്ക, കനാബിസ് സത്തൈവ ആൻഡ് ടുക്രിയ. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസിറ്റിവിറ്റി വരെയാണ്. ഈറ്റിംഗ് ഡ്യൂറിങ് ആണെങ്കിൽ
ഹെപ്പാർ സൾഫന്റ് ടുക്രിയുമാണ്. പിന്നെ സെൻസിറ്റീവ് എവരിത്തിങ്, എല്ലാത്തിനോടും സെൻസിറ്റീവ് ആണ്. ഒന്ന് സൗണ്ട് കേട്ടുകൂടാ, ഇത് പാടിക്കൂടാ, ഇങ്ങനെയുള്ള എല്ലാത്തിനോടും സെൻസിറ്റീവ് ആണ്. പൊടി അടിക്കാൻ നോക്കൂല, എല്ലാത്തിനോടും സെൻസിറ്റീവ് ആണ്. മെർക്കൂറിയസ് ആണ് മെർസോളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റെമഡി, സെൻസിറ്റിവിറ്റി എവരിത്തിങ്. പിന്നെ കാന്താരിസ് ഉണ്ട്. കാന്താരിസ് കൂടുതലും യൂണറി ഓർഗൻസിനെയാണ് ബാധിക്കുന്നത്. ആൻഡ് കാലിഫോസ്, മാക്ഫോസ്. വയറുവേദന ഉണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി എവരിത്തിങ്, ഭയങ്കര വയറുവേദന ഉണ്ടെങ്കിൽ മാക്ഫോസ് കൊടുത്താൽ മതി. പിന്നെ സെൻസിറ്റിവിറ്റി എക്സ്റ്റേണൽ ഇംപ്രഷൻ, എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ഇംപ്രഷൻ വന്നാലും, ആരെങ്കിലും വഴക്ക് പറയുക, ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കോൺ ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്താലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏത് ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും ഏത് ഇംപ്രഷൻ വന്നാലും സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മെയിൻ റെമഡി ഫോസ്ഫറസ് ആണ്. അത് കഴിഞ്ഞാൽ 2 മാർക്ക് റെമഡീസ് എന്ന് പറയുന്നത് നക്സോമിക്ക ഉണ്ട്, കാന്താരിസ് ഉണ്ട്, അയഡോ ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, സ്റ്റാഫി ഉണ്ട്. പിന്നെ സെൻസിറ്റീവ് ഫീവർ ഡ്യൂറിങ്, പനി വരുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് തോന്നുകയാണ്. പേഷ്യന്റിന് കിടക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ദേഷ്യം, ആങ്കർ, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ആങ്കർ ഒബ്ലൈജ് ടു ആൻസർ, ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യം വരിക, അങ്ങനെയൊക്കെ വരുന്നതിന് നക്സോമിക്ക, പൾസാരില്ല, നാട്രമൂറ്, ബെല്ല്, ചമുമല, ഇതെല്ലാം പറയുന്നുണ്ട്. ബെല്ല്, ചമുമല, മെയിൻ റെമഡീസ് നക്സോമിക്ക ആൻഡ് പൾസാരില്ലയാണ്. പിന്നെ സെൻസിറ്റീവ് ടു ഫ്ലവർ, ഫ്ലവറിന്റെ സ്മെല്ലേ കേൾക്കാറില്ലല്ലോ, ഫ്ലവറിനെ കാണുന്ന പോലും പറ്റത്തില്ലെങ്കിൽ അത്രയും സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മെഡോർണോ, ഒറ്റ മെഡിസിനേ ഉള്ളൂ, മെഡോർണോ. പിന്നെ സെൻസിറ്റീവ് ടു ഹെഡേക്ക്, തലവേദന വന്നാൽ സഹിക്കാനൊക്കാത്ത തരത്തിലുള്ള തലവേദന, ഭയങ്കര സെൻസിറ്റീവ് ആണ്. പേഷ്യന്റ് കിടന്ന് അലറി വിളിക്കും, ഷ്രീക്കിങ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നത് 3 മാർക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ ബെൽഡോണ, ചമോമില, ഇഗ്നേഷ്യ, നക്സോമിക്ക ആൻഡ് സൈലീഷ്യ. പിന്നെ സെൻസിറ്റീവ് ഹീറ്റ് ഡ്യൂറിങ്, ചൂട് അടിക്കുമ്പോഴേ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ 12 മെഡിസിൻ ഉണ്ട്. 3 മാർക്ക് റെമഡീസ് എന്ന് നക്സോമിക്കയും പൾസാരില്ലയാണ്. പിന്നെ സെൻസിറ്റീവ് ടു ഇൻജസ്റ്റിസ്, നിയമപരമല്ലാത്ത ഏത് കാര്യം കേട്ടാലും സെൻസിറ്റിവിറ്റി വരികയാണെങ്കിൽ അത് കാർസിനോസിൻ, കോസ്റ്റിക് ആൻഡ് സ്റ്റാഫി. പിന്നെ സെൻസിറ്റീവ് ടു ജാർ, അനങ്ങുന്ന, ഒരു അല്പം പോലും അനങ്ങാൻ പറ്റൂല, ഇങ്ങനെ അനങ്ങാതെ കിടക്കണം. അല്പം ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ തന്നെ സെൻസിറ്റിവിറ്റി വരികയാണെങ്കിൽ ബ്രൈ ആൻഡ് നൈട്രിക് ആസിഡ്. പിന്നെ ഒഫൻഡറ്റ് ഈസിലി ആയിട്ടുള്ള പേഴ്സൺ, പെട്ടെന്ന് ചെറിയ കാര്യത്തിന് ഒഫൻഡറ്റ് ആവും, പിണങ്ങിക്കളയും. അങ്ങനെ പിണങ്ങുന്ന 4 മാർക്ക് റെമഡീസ് എന്ന് പറയുന്നത് കാർസിനോസിൻ, ട്യൂബർക്കുലിനം, സ്റ്റാഫി, നക്സോമിക്ക, അയഡം, കോസ്റ്റിക്ക. പിന്നെ സെൻസിറ്റീവ് ടു ലൈറ്റ്, ലൈറ്റ് കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും നാച്ചുറൽ ലൈറ്റും സെൻസിറ്റീവ് ആണെങ്കിൽ ബെൽഡോണ, നക്സോമിക്ക ആൻഡ് ഫോസ്ഫറസ്. പിന്നെ സെൻസിറ്റീവ് ലോക്കിയ വിത്ത് പ്രൊഫ്യൂസ് ലോക്കിയ എന്ന് പറഞ്ഞാൽ ഇത് അബോർഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ലോക്കിയ ഭയങ്കര പ്രൊഫ്യൂസ് ആയിട്ട് പോകുന്നത്, അതിൽ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ ഭാവമൊക്കെ അങ്ങ് പൊള്ളുകയും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കോഫിയ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ കൊടുത്തിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ഇത് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ സെൻസിറ്റീവ് മെനോപോസ് ഡ്യൂറിങ് സമയത്ത് ഒരുപാട് പേർക്ക് സെൻസിറ്റീവ് ഉണ്ട്, ഹോട്ട് ഫ്ലഷസും ബാക്കിയുള്ള ഭയങ്കര മൂഡ് സ്വിങ്സും ഒക്കെ വരികയാണെങ്കിൽ 2 മാർക്ക് റെമഡീസ് എന്ന് പറയുന്നത് 12 റെമഡീസ് ഉണ്ട്. അതിൽ 2 മാർക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യ, ലാക്കസിസ്, തെർഡിയോൺ, സിംഗം വലേറിയാന. ഇവർക്കാണ് ഭയങ്കര തെർഡിയോണ് ഇതുണ്ടല്ലോ, സ്പൈഡർ, മൈൽഡ് സ്പൈഡർ ആണ്. ആൻഡ് സിംഗം വലേറിയാന. പിന്നെ 1 മാർക്ക് റെമഡീസ് കുറെ ഉണ്ട്.
അബിസിന്തിന ഉണ്ട്, അർജന്റൻ നൈട്രിക്ക ഉണ്ട്, സെൻസിഫിക ഉണ്ട്, കോഫിയ ഉണ്ട്, ഡിജിറ്റാലിസ് ഉണ്ട്, കാലിബ്രോം ഉണ്ട്, ഓവറി ഉണ്ട്. ഇതെല്ലാം മെനോപോസ് ഡ്യൂറിങ്ങിൽ ഭയങ്കര സെൻസിറ്റിവിറ്റി വരെയാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ, സെൻസിറ്റീവ് മോർണിംഗ് എന്നാണെങ്കിൽ കാൽക്കേരിയ, ഗ്രാഫൈറ്റിസ്, ഹയോസിയാമസ്, അയഡം, നാട്രം സൾഫൻ, തൂജ. ഒന്നുകൂടെ. കാൽക്കേരിയ, ഗ്രാഫൈറ്റിസ്, ഹയോസിയാമസ്, അയഡം, നാട്രം സൾഫ്, തൂജ. പിന്നെ സെൻസിറ്റിവിറ്റി മ്യൂസിക്കിന് അത് 68 റെമഡീസ് ഉണ്ട്. അതിൽ 3 മാർക്ക് റെമഡി 3 ഉണ്ട്. മ്യൂസിക്കിനോട് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒട്ടും കേൾക്കാൻ പറ്റൂല. മ്യൂസിക് എന്ന് പറയുന്നതേ കേൾക്കേയില്ല അവര്. നാട്രം കാർബ്, നക്സോമിക്ക, സെപ്പിയ അവർക്ക് ഇഷ്ടമേ ഇല്ല മ്യൂസിക്. ഭയങ്കര സെൻസിറ്റീവാ നാട്രം കാർബും നക്സോമിക്കയും സെപ്പിയ. പിന്നെ നെർവസ് സെൻസിറ്റീവ്നെസ്, ഭയങ്കര നെർവസ്നെസ് വരും. സെൻസിറ്റീവ് നെർവസ് അങ്ങ് വിറച്ച് തുള്ളി വിറയ്ക്കും. ഇപ്പൊ ചില പേഷ്യന്റ് വരുമ്പോഴത്തേക്ക് നമ്മളടുത്ത് വരുമ്പോ കയ്യും കാലും ഒക്കെ തണുത്ത് വിറച്ച് അങ്ങ് അവശനായിട്ട് വരും. അങ്ങനെ അത്രയും സെൻസിറ്റീവ് ആണ്. അത് അംബ്രാഗ്രീസിയാണ് മെയിൻ റെമഡി. അംബ്രാഗ്രീസിയാണ്. പിന്നെ തെർഡിയോണും ഉണ്ട്. നെർവസ് സെൻസിറ്റീവ്, ഭയങ്കര നെർവസ്നെസ്, ഒന്നും സംസാരിക്കാൻ ഒക്കില്ല. അവരടുത്ത് ഇത് ചോദിച്ചാൽ തന്നെ എന്താണ് അസുഖം എന്ന് ചോദിച്ചാൽ തന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അത് അംബ്രാഗ്രീസിയാണ് കറക്റ്റ് റെമഡി. പിന്നെ സെൻസിറ്റീവ് നൈറ്റിൽ സെൻസിറ്റീവ് ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും വന്ന് ആ പേഷ്യന്റ് ഭയങ്കര സെൻസിറ്റീവ് ആവുകയാണെങ്കിൽ കാലി കാർബാണ് പറയുന്നത്. പിന്നെ സെൻസിറ്റീവ് ടു നോയ്സ്, ശബ്ദം ഒട്ടും കേൾക്കാൻ പറ്റാത്ത അത് 256 മെഡിസിൻസ് ഉണ്ട്. അതില് 4 മാർക്ക് റെമഡീസ് വേണമെങ്കിൽ പറയാം. അക്കണൈറ്റ്, അസാര യൂറോപ്യം, ബെൽഡോണ, ബോറാക്സ്, ചൈന, കോഫിയ, കൊണിയം, ഗ്രാഫൈറ്റിസ്, കാലികാർബ്, നൈട്രിക് ആസിഡ്, നക്സോമിക്ക, ഓപ്പിയം, സെപ്പിയ, സൈലേഷ്യ, ടാറന്റുല, തെർഡിയോൺ. എന്നാൽ ടാറന്റുല ഹിസ്പാനിക് ആണെങ്കിൽ ഡ്രം വച്ചടിച്ചാൽ അവര് ചെയ്യുന്നതാണ്. എന്നിട്ട് അവർക്ക് സെൻസിറ്റിവിറ്റി നോയ്സിന് 4 മാർക്ക് റെമഡി ആയിട്ട് കിടക്കുന്നു. തെർഡിയോൺ, ട്യൂബർക്കിളിനം, സിങ്ക് ആൻഡ് സിംഗപ്പോസ്. തെർഡിയോണിന്റെ ഒരു കഥ പറയാം. തെർഡിയോൺ എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് ഒരു സ്ത്രീ അവിടെ നിന്നപ്പോഴത്തേക്ക് ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ അല്ല. കല്യാണം കഴിഞ്ഞിട്ട് കുറെ ഇതുണ്ടല്ലോ, ബഹളവും കേട്ട് അവര് ഛർദില് ഒരു തരത്തിൽ നിൽക്കുന്നില്ല. അപ്പൊ എന്താ കാരണമെന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു. അവരാണ് വന്നിട്ട് ഛർദില് തെർഡിയോൺ സാറാണ് കൊടുത്തത്. സാറ് തെർഡിയോൺ മണപ്പിച്ച് അല്ലെ. അന്ന് തെർഡിയോൺ ഇല്ലായിരുന്നു, യഥാർത്ഥത്തിൽ തെർഡിയോൺ ഇല്ലായിരുന്നു. സാർ എന്ത് ചെയ്ത് ഒരു പേപ്പറിനകത്ത് തെർഡിയോൺ മെഡിസിൻ എഴുതി 200 എന്ന് എഴുതി അവരെടുത്ത് പറഞ്ഞ് അവരെ ബ്രസ്റ്റിന്റെ ഇവിടെ വെക്കാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അവരുടെ ഛർദില് മാറി. അത്ര ഇഫക്റ്റീവാണ് നമ്മുടെ മെഡിസിൻ. അതിന്റെ ഓറ അത്ര എളുപ്പമാണ്. സാറ് പറഞ്ഞാണ്, ആരും വിശ്വസിക്കത്തില്ല. അത്രയ്ക്ക് ഓറയാണ് നമ്മുടെ മെഡിസിൻ. കറക്റ്റ് മെഡിസിനാണ്. സിമിലിമം ആണെങ്കിൽ ആ ഓറ ആ മെഡിസിൻ നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലും. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇതൊക്കെ വിശ്വാസമാണെന്ന് പറയും. പക്ഷെ ഇതൊക്കെ അനുഭവമാണ്. സാറിന്റെ ഇതിൽ സാർ പറഞ്ഞ അനുഭവങ്ങളാണ്. പിന്നെ സെൻസിറ്റീവ് ടു ഓഡേഴ്സ്, മണം ഒട്ടും പറ്റാത്ത, ഒരു മണവും പറ്റൂല. ചിലർ പറയുമല്ലോ ഒട്ടും മണം സഹിക്കാനേ ഒക്കില്ല, എനിക്ക് ചെറിയ മണം പോലും പറ്റൂല എന്ന് പറയും. പെർഫ്യൂമിന്റെ ഒന്നും മണം എനിക്ക് സഹിക്കാനേ ഒക്കില്ല. 48 റെമഡീസ് ഉണ്ട്. അതിൽ 4 മാർക്ക് റെമഡി സെപ്പിയാണ്. ഒറ്റ മെഡിസിനേ ഉള്ളു സെപ്പിയ. അവർക്ക് അവരുടെ ഓൺ ഓർഡർ പോലും മണം പോലും സഹിക്കാൻ ഒക്കില്ല. ഭർത്താവ്, എനിക്കൊരു കേസ് കിട്ടിയാണ്. അവരുടെ ഭർത്താവ് പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഭർത്താവിന്റെ സ്മെല്ല് പോലും, വിയർപ്പിന്റെ സ്മെല്ല് പോലും അവർക്ക് സഹിക്കില്ല. അവർ ഓർക്കാൻ ഛർദിക്കും. അതുകൊണ്ട് ഭർത്താവ് അവരവിടെ കിടന്നിട്ടില്ല. സെപ്പിയ കൊടുത്താണ് ഇത് മാറിയത്.
നമ്മുടെ മെഡിസിൻ അത്രയും പവർഫുൾ ആണ്. ഇത്രയും പ്രൂവിങ് ചെയ്തിട്ടാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. അല്ല ചുമ്മാതല്ല എഴുതി വെച്ചേക്കുന്നത് നമ്മളെ റെപ്പർട്ടറിയിൽ. കറക്റ്റ് പ്രൂവിങ് ആണ്. അത്രയും സെൻസിറ്റിവിറ്റി ഓർഡർ ആണ് സെപ്പിയ. 4 മാർക്ക് റെമഡിയാണ്. ഒറ്റ മെഡിസിനേ ഉള്ളു. പിന്നെ സെൻസിറ്റിവിറ്റി ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേൾക്കുമ്പോൾ സെൻസിറ്റിവിറ്റി വരുന്ന ഒറ്റ മെഡിസിനേ ഉള്ളു, സൈലീഷ്യ. അവരുടെ ഒപ്പീനിയനെ എടുക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അവർക്ക് കേൾക്കാൻ ഇഷ്ടമേ ഇല്ല. അത് അവർക്ക് സെൻസിറ്റീവ് ആയിരിക്കും. അത് സൈലീഷ്യയുടെ സ്വഭാവം അതാണ്. പിന്നെ സെൻസിറ്റിവിറ്റി പെയിൻ, വേദനയ്ക്ക് ഭയങ്കര സെൻസിറ്റീവ്, കിടന്ന് നിലവിളിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ബോധം കെടുക എന്നുള്ള. വേദന വന്നു കഴിഞ്ഞാൽ ബോധം കെടുന്ന ഉണ്ടെങ്കിൽ 55 റെമഡീസ് ഉണ്ട്. അതിൽ 4 മാർക്ക് റെമഡീസ് പറയാം. അക്കണൈറ്റ്, ചമുമല, കോഫി ആൻഡ് ഹെപ്പാർ. പെയിൻ ഒട്ടും സഹിക്കാൻ വയ്യാത്ത റെമഡീസ് ആണ്. അക്കണൈറ്റ്, ചമുമല എപ്പോഴും ചീത്ത വിളിക്കും കേട്ടോ. അത് ഏറ്റവും വൃത്തികെട്ട റെമഡിയാണ് ചമുമല ആൻഡ് അനാക്കാദ്യം. അവർ മറ്റുള്ളവരെ ഇത് വരുമ്പോഴും പെയിൻ വരുമ്പോ മറ്റുള്ളവരെ ചീത്തവിളി. അതാണ് ചമുമല. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ചമുമല മണപ്പിച്ചാൽ മതി. മണപ്പിച്ചാൽ അപ്പോഴേ മാറും പെയിൻ. അക്കണൈറ്റ് ആണെന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് വരെയാണ്, റെസ്റ്റ്ലെസ് ആണ്, പേഷ്യന്റ് ഭയങ്കരമായിട്ട് കിടന്ന് ക്ഷണിക്കുകയാണ്. അക്കണൈറ്റ് മണപ്പിച്ചാൽ മതി. കോഫിയുടെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഹെപ്പാർ നല്ലതാണ്. ഹെപ്പാറും മണപ്പിച്ചാൽ മതി. ഹെപ്പാർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അവരടുത്ത് ചോദിച്ചാൽ, ബൈസ്റ്റാൻഡർ അടുത്ത് ചോദിച്ചാൽ, അയ്യോ ഇത് എന്തൊരു ദേഷ്യമാണ് ഡോക്ടറെ, എല്ലാം എടുത്തെറിയും. എല്ലാം തീയിലോട്ടാണ് എടുത്തെറിയുന്നത്. അത്രയും ദേഷ്യമുള്ളതാണ് ഹെപ്പാർ. പിന്നെ സെൻസിറ്റീവ് പെർസ്പിറേഷൻ ഡ്രോയിങ്, വിയർത്ത് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആകുന്ന റെമഡീസ് എന്ന് പറയുന്നത് കോഫിയ, അക്കണൈറ്റ്, ചമുമല, സെപ്പിയ. പിന്നെ സെൻസിറ്റീവ് ടു പ്രഗ്നൻസി ഡ്യൂറിങ്. പ്രഗ്നൻസി സമയത്ത് ഭയങ്കര സെൻസിറ്റീവ് ആണ് പേഷ്യന്റ്. അതാണെങ്കിൽ തെർഡിയോൺ ആണ് മെയിൻ റെമഡി പറയുന്നത്. അവർക്ക് ടച്ചും സൗണ്ടും ഒന്നും പറ്റത്തില്ല. മ്യൂസിക് കേൾക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അതെല്ലാവർക്ക് ഓർക്കാനും ശബ്ദം ഉണ്ടാക്കും. അത്രയും സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ തെർഡിയോൺ ആണ് ബെസ്റ്റ് റെമഡി. പിന്നെ ഉണ്ട് അക്കണൈറ്റ് ഉണ്ട്, അത് 1 മാർക്ക് റെമഡീസ്. അക്കണൈറ്റ്, അസാരവും സെൻസിറ്റീവ്. ഏറ്റവും മെയിൻ റെമഡി തെർഡിയോൺ ആണ്. പിന്നെ സെൻസിറ്റീവ് ടു പ്രൊലാപ്സ് ഓഫ് യൂട്രസ്. ഇത് സാറ് ചെയ്ത ഒരു കേസാണ്. പ്രൊലാപ്സ് യൂട്രസ് തള്ളി വന്നിട്ട് അതിന്റെ സെൻസിറ്റിവിറ്റി, അതിന്റെ ഡിസ്ചാർജ് വീണിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് പേഷ്യന്റ് ആ പാർട്ടില് പേഷ്യന്റ് ഇത് കാലകത്തി വെച്ചേ കിടക്കാനൊക്കെ ഉള്ളു. അത്രയും ഇതായിരുന്നു. ആർണിക്ക കൊടുത്ത് സാർ കറക്റ്റ് ചെയ്തു. ഒറ്റ മെഡിസിനേ ഉള്ളു ആർണിക്ക. സെൻസിറ്റിവിറ്റി പ്രൊലാപ്സ് ഓഫ് യൂട്രസ് കൊണ്ടുള്ള സെൻസിറ്റിവിറ്റി. സെൻസിറ്റീവ് പ്യൂബർട്ടി ആകുമ്പോഴത്തേക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, ദേഷ്യം കൂടുതലോ അങ്ങനെ ബഹളമൊക്കെ ഉണ്ടെങ്കിൽ, പെൺപിള്ളേര് ആ സമയത്ത് അല്ലെങ്കിൽ ആൺപിള്ളേര് ആ സമയത്തുണ്ടെങ്കിൽ, മൂത്തവരടുത്തൊക്കെ ചെറുതല പറയുക അങ്ങനെയുള്ളതാണെങ്കിൽ അക്കണൈറ്റ്, ബെൽഡോണ, ചമുമല, കാലിഫോസ്, ഫോസ്ഫറസ്, പൾസാഡ്ല, സ്റ്റാഫിയൻ, ടുക്രിയ. അക്കണൈറ്റ്, ബെല്ല്, ചമുമല, കാലിഫോസ്, ഫോസ്ഫറസ്, പൾസാഡ്ല, സ്റ്റാഫിയൻ, ടുക്രിയ. പിന്നെ സെൻസിറ്റീവ് ടു കോറൽ, വഴക്ക്, ആരെങ്കിലും വഴക്ക് കൂടുന്ന കണ്ടാൽ തന്നെ സെൻസിറ്റീവ് ആയിട്ട് വരെയാണ്. വീട്ടില് വഴക്ക് നടക്കുന്നതാണ്. അത് ഒട്ടും താങ്ങാൻ ഒക്കില്ല. എന്നെ കൊണ്ട് ഒട്ടും പറ്റൂല ഡോക്ടറെ. ചില പേഷ്യന്റ് പറയുന്നത്, വീട്ടില് വഴക്കുണ്ടായാൽ എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല, ഞാൻ അപ്പോഴേ തളർന്ന് വീണ് കിടക്കും. അതാണെങ്കിൽ മെഡിസിൻസ് പറയുന്നത് ആന്റിൻക്രൂഡ് ഉണ്ട്, എഗ്നേഷ്യ ഉണ്ട്, കാലിസൾഫ് ഉണ്ട്, ലാക്കസിസ് ഉണ്ട്, നാട്രമോർ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സ്റ്റാഫി ഉണ്ട്. ഓരോ റെമഡിയുടെയും പ്രത്യേകത വെച്ചിട്ട് നമ്മളത് റെമഡി സെലക്ട് ചെയ്യുക. പിന്നെ സെൻസിറ്റീവ് റീഡിങ് ടു, വായിക്കാൻ ചില പിള്ളേർക്ക് വായിക്കാൻ ഇഷ്ടമേ അല്ല, എഴുതുകയെല്ലാം ചെയ്യും, പക്ഷെ വായിക്കാൻ പറഞ്ഞ വായിക്കൂല. അത്രയും സെൻസിറ്റീവ് ആണ് റീഡിങ് ടു. അത് ക്രോട്ടാലസ് ഹോറിഡസ്, ലാക്കസിസ്,
മാക്മോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്മോറിന്റെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കായിരിക്കും. ഇത് കണ്ടിട്ട് കൊച്ച് ഒറ്റയ്ക്കിരുന്ന് വായിക്കാനേ ഇഷ്ടമില്ല. അങ്ങനെ വരികയാണെങ്കിൽ മാക്മോർ കൊടുത്താൽ മതി. പിന്നെ മെർക്കുറിയസും ഉണ്ട്. മെർക്കുറിയസ് ഭയങ്കര വയലന്റ് ടൈപ്പാണ്. ആ മെർക്കുറിയുടെ എല്ലാ സ്വഭാവവും കാണും. തലവേഷനും രാത്രി തലവേഷനും ടേസ്റ്റും ഇതെല്ലാം ഉണ്ടെങ്കിൽ മെർസോൾ കൊടുക്കുക. പിന്നെ സെൻസിറ്റിവിറ്റി റൂഡ്നെസ് ടു, ചിലർക്കാണെങ്കിൽ ചെറുതായിട്ടൊന്നും നമ്മളത് ടോണൊന്ന് മാറ്റി സംസാരിച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് ആവും പേഷ്യന്റ്. നമ്മള് ഇപ്പൊ എന്റെ ടോണത്തെ ഹാർഷ് ടോണാണ്, ലൗഡ് എന്റെ ഹാർഷ് ടോണാണ്. അപ്പൊ നമ്മൾ പേഷ്യന്റ് അടുത്ത് നിന്ന് ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഉടനെ കരയാൻ തുടങ്ങും. പിന്നെ പേഷ്യന്റ് വരത്തില്ല. ആ ടൈപ്പ് ആണെങ്കിൽ മെഡോർണോണ് മെയിൻ റെമഡി കേട്ടോ. അത്ര സെൻസിറ്റിവിറ്റിയാണ് അവർക്ക്. ഒട്ടും റൂഡ്നെസ് അവർക്ക് താങ്ങാനേ ഒക്കില്ല. ആൻഡ് സ്റ്റാഫി ആകുമ്പോൾ ഡെലിജന്റ് റെമഡിയാണ്. പിന്നെ ശ്വാസം മുട്ട് വരെയാണ്. ചിലർ സെൻസിറ്റീവ് ഇങ്ങനെ വന്നിട്ട് റൂഡ്നെസ് കേൾക്കുമ്പോൾ ഉടനെ ശ്വാസം മുട്ട് വരുന്ന രോഗികളാണെങ്കിൽ സ്പോഞ്ച് കൊടുത്താൽ മതി. പിന്നെ സെൻസിറ്റീവ് ടേസ്റ്റ് ടു, രുചിക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റി. ഒത്തിരി രുചിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് കയ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സെൻസിറ്റിവിറ്റിയാണ്. ടേസ്റ്റ് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചൈനയും കോഫിയാണ് മെയിൻ റെമഡീസ്. പിന്നെ കാംഫർ ഉണ്ട്, ബെൽഡോണ ഉണ്ട്, ലൈക്കോപ്പൊടി. അത് 2 മാർക്ക് റെമഡീസ് ആണ്. 3 മാർക്ക് റെമഡീസ് ആണ് ചൈനയും കോഫിയും. കാംഫറും ബെൽഡോണയും ലൈക്കോപ്പൊടിയും 2 മാർക്ക് റെമഡീസ്. പിന്നെ സെൻസിറ്റീവ് ടൂത്ത് ഡ്യൂറിങ് ഫില്ലിംഗ് ടു ടൂത്ത്. ചിലര് പല്ല് വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റി ഫീൽ ചെയ്യാണ്. ഒട്ടും പറ്റുന്നില്ല ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക്, പോട് അടയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഫൈസോസ്റ്റിഗ്മ ഒറ്റ റെമഡിയെ പറയുന്നുള്ളൂ, ഫൈസോസ്റ്റിഗ്മ. പിന്നെ ഏതെങ്കിലും കാര്യം സെൻസിറ്റീവ് തിങ്കിങ് ടു തിങ്സ്, അത് അഗ്രിവേറ്റ് ചെയ്യാണ്. ഏതെങ്കിലും കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് അത് അഗ്രിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഡിസീസായിട്ട് അഗ്രിവേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ തുമ്മലുള്ള പേഷ്യൻ്റാണ്, അയ്യോ ഡോക്ടർ എന്തെങ്കിലും കാര്യം എനിക്ക് വിഷമമുള്ള കാര്യം ചിന്തിച്ചാൽ മതി, തുമ്മലങ്ങ് ഭയങ്കരമായിട്ടുണ്ടാകും. അസാര യൂറോപ്യം ഒറ്റ മെഡിസിനേ ഉള്ളൂ കേട്ടോ, അസാര യൂറോപ്യം ഉണ്ട്. അസാര യൂറോപ്യം കൊടുത്താൽ അത് മാറും. പിന്നെ സെൻസിറ്റീവ് ടു ടച്ച്, തൊടുന്ന ഇഷ്ടമില്ലാത്ത പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 38 മെഡിസിൻ ഉണ്ട്. അതിൽ മെയിൻ റെമഡീസ് എന്ന് പറയുന്നത് അക്വണേറ്റ്, ബെൽഡോണ, ലാക്കസിസ് ആൻഡ് ഹെപ്പാർ. ഇനി സെൻസിറ്റീവ് ടു അർട്ടിക്കേരിയ വന്നിട്ട് പേഷ്യന്റ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുകയാണെങ്കിൽ അപ്പോഴും കൊടുക്കാവുന്ന റെമഡി, നമുക്ക് ഒരു റെമഡിയും കിട്ടുന്നില്ലെങ്കിൽ ബോവിസ്റ്റ കൊടുത്താൽ മതി. ബോവിസ്റ്റ അവരെ മണപ്പിച്ചാൽ മതി. അപ്പോഴേ ആ സെൻസിറ്റിവിറ്റി മാറി കിട്ടും. സെൻസിറ്റീവ് ടു അർട്ടിക്കേരിയ വന്ന് പേഷ്യന്റ് വന്ന് ഇരിക്കുകയാണ്, ശ്വാസം വിടാൻ വയ്യാതെ ഭയങ്കരമായിട്ട് എല്ലായിടും കയറി വീങ്ങി തളർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെഡിസിനും കിട്ടുന്നില്ലെങ്കിൽ ബോവിസ്റ്റ കൊടുത്താൽ മതി. അതാണ് ഇതിൽ പറയുന്ന ഒറ്റ മെഡിസിനെ പറയുന്നുള്ളൂ, അർട്ടിക്കേരിയ. സെൻസിറ്റീവ് വാണ്ട് ഓഫ് സെൻസിറ്റീവ്നെസ്, സെൻസിറ്റീവ് അല്ല, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്നെ ബാധിക്കുന്നതല്ല, എനിക്കതിലൊന്നുമില്ല. അത് ഒറ്റ റെമഡിയുള്ള ഓപ്പിയം 4 മാർക്കുള്ളത് 37 റെമഡീസ് ഉണ്ട്. അതിൽ 4 മാർക്ക് വരുന്ന റെമഡിയാണ് ഓപ്പിയം. പിന്നെ 3 മാർക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ ആർണിക്ക ഉണ്ട്, ലൈക്കോപ്പൊടി ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, സെപ്പിയ. പിന്നെ സെൻസിറ്റീവ് വിമൻ ആണെങ്കിൽ, സ്ത്രീകൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ഇഗ്നേഷ്യ ആൻഡ് ഗുണൈൻ ആണ്. ഇഗ്നേഷ്യ സെൻസിറ്റീവ് വിമന് ഏറ്റവും നല്ല, ഹിസ്റ്റീരിക്കൽ വിമന് ഏറ്റവും നല്ല റെമഡിയാണ് ഇഗ്നേഷ്യ. മതിയല്ല, പറയാം. സെൻസിറ്റിവിറ്റി തരം ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഡോക്ടറെ, നമ്മളിപ്പം മണപ്പിക്കാൻ പറഞ്ഞല്ലോ, അതിപ്പോ ഏത് പൊട്ടൻസി ആണെങ്കിലും മണപ്പിക്കാമല്ലോ? ഏത് പൊട്ടൻസി ആണെങ്കിലും മണപ്പിക്കാം. പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻ ആയിരിക്കണം, അത് കനിമാൻ പറയുന്നുണ്ട്. പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻ തന്നെ മണപ്പിക്കണം. പഞ്ഞിയിൽ മുക്കി മണപ്പിച്ചു കൊടുക്കുക. അത് മൂക്കില് ജലദോഷം ഉണ്ടെങ്കിൽ മണപ്പിച്ചിട്ട് കാര്യമില്ല.
അപ്പൊ അൺഡിസീസ്ഡ് ഹെൽത്തി സ്കിന്നിലേ മണപ്പിക്കാവൂ. മണപ്പിക്കുക, തേക്കുക, റബ്ബ് ചെയ്യാനാണ് പറയുന്നത്. മണപ്പിക്കാനല്ല പറയുന്നത്, റബ്ബ് ചെയ്യണം. ഓൾ ഫാക്ഷൻ ആസ് വെൽ ആസ് റബ്ബിങ് ഇൻ ദ സ്കിൻ എന്ന് വ്യക്തമായിട്ട് 284 പുറസത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ചെവിയുടെ ഭയങ്കര നല്ല സെൻസിറ്റീവ് ഭാഗമാണ്, ആ ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് നമുക്ക് അസുഖം മാറുന്നവരെ അപ്ലൈ ചെയ്യാം പേഷ്യന്റിന്. അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ. ബിസൈഡ്സ് ടങ് മൗത്ത് 254 വർഷത്തിൽ പറയുന്നുണ്ട്. ബിസൈഡ്സ് ടങ് മൗത്ത് ആൻഡ് സ്റ്റൊമക്ക് കൂടെ കൊടുക്കുന്നതിന് പകരം വിച്ച് ആർ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ബൈ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ. നമ്മൾ കോമൺലി കൊടുക്കുന്നത് അങ്ങനെയാണ്. ദ നോസ് ആൻഡ് റെസ്പിറേറ്ററി ഓർഗൻസ് ആർ റിസെപ്റ്റീവ്, റിസീവ് ചെയ്യും of the action of medicine in fluid form by means of olfaction. മണപ്പിക്ക് അല്ലെങ്കിൽ ഇൻഹലേഷൻ ത്രൂ മൗത്ത്. മൗത്തിൽ കൂടെ വായി കൂടെ കൊടുത്താലും മതി. മൂക്കിൽ ജലദോഷം ഉണ്ടെങ്കിൽ വായി കൂടെ ഇൻഹേൽ ചെയ്യാൻ പറഞ്ഞാൽ മതി. പഞ്ഞിയിൽ മുക്കിയിട്ട് വായിൽ വലിച്ചു കയറ്റാൻ പറഞ്ഞാൽ മതി പേഷ്യന്റിന്റെ അടുത്ത്. ഇൻഹേൽ ചെയ്യാം. അത് ഞാൻ എത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നറിയാം. ഫ്ലൂയിഡ് ഫോം എന്ന് പറയുമ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഡ്രോപ്പ് ചെയ്യണം. നമ്മള് ഡ്രോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ പഞ്ഞിയുടെ അകത്തേറ്റം ഡ്രോപ്പ് ചെയ്തിട്ട് അത് പഞ്ഞി വായുടെ അകത്തോട്ട് വെച്ചിട്ട് വലിച്ച് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാൻ പറയണം. എടുക്കുമ്പോഴത്തേക്കും വായിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വലിച്ചു കയറ്റാൻ പറയണം. അപ്പൊ ഓൾഫാക്ഷൻ ഇൻഹലേഷനിൽ കൂടെ അങ്ങ് എത്തും. അത് തന്നെ ഓൾഫാക്ഷൻ കൂടെ മൂക്കിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മൂക്കിൽ കൂടെ മണപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ മൂക്ക് പോളിപ്പ് വന്ന് അടഞ്ഞിരിക്കുന്ന മൂക്കിൽ മണപ്പിച്ചാൽ എന്താ പറയണം? അപ്പൊ അവിടെ ഡിസീസ്ഡ് കണ്ടീഷനാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ വേണമെങ്കിൽ ചെവിയുടെ ബാക്കിൽ തേച്ച് കൊടുക്കാൻ പറയണം. ഒരു 2 ഡ്രോപ്സ് നാക്കിലിട്ടിട്ട് അത് പറയുന്നുണ്ട് കന്മ. ബട്ട് ദ ഹോൾ ദ ഇൻഹലേഷൻ ത്രൂ ദ മൗത്ത് ബട്ട് ദ ഹോൾ റിമൈനിങ് സ്കിൻ ഓഫ് ദി ബോഡി ക്ലോത്ത്ഡ് വിത്ത് എപ്പിഡെർമിസ് ഈസ് അഡാപ്റ്റഡ് ടു ദ ആക്ഷൻ ഓഫ് മെഡിസിനൽ സൊല്യൂഷൻ. മെഡിസിനൽ സൊല്യൂഷൻ ഹോൾ എപ്പിഡെർമിസിൽ, കാരണം എപ്പിഡെർമിസിൽ മൊത്തം സെന്റിനൽ നർവ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഹോൾ എപ്പിഡെർമിസിലും നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെ? ഈ ഇനൻഷൻ ഈസ് കണക്റ്റഡ് വിത്ത് സൈമൾട്ടേനിയസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ ഇത് തേക്കുന്നതോടൊപ്പം ഇനൻഷൻ എന്ന് പറഞ്ഞാൽ റബ്ബിങ് ദ മെഡിസിൻ ഇൻ ടു ദ സ്കിൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കനിമാന്റെ ഇംഗ്ലീഷ് അവർ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വളഞ്ഞ വഴിയിൽ കൂടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് നമ്മൾ കുറച്ച് മീനിങ് ഒക്കെ നോക്കി തന്നെ ചെയ്യണം. കണക്ട്, കാരണം ഇത് ഹോൾ എപ്പിഡെർമിസും കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഹെൽത്തി സ്കിൻ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് സൈമൾട്ടേനിയസ് ഇന്റേണൽ അഡ്മിനിസ്ട്രേഷനും ചെയ്യാം. അതായിരുന്നു എന്റെ സംശയം. അകത്തും നാക്കില് ഒഴിച്ചു കൊടുക്കാം, നാക്കിന്റെ അടിയിലോട്ടെ. കാരണം ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യന്റിന് നാക്കിന്റെ അടിയിലാണ് ഗുളിക ഇട്ട് കൊടുക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നോക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് നാക്കിന്റെ അടിയിലാണ് കൂടുതൽ സെന്റിനൽ നർവ്സ് ഉള്ളത്. അപ്പൊ നാക്ക് പൊക്കിയിട്ട് 2 തുള്ളി ആ അടിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നാക്ക് പൊക്കാൻ പറയും, 2 തുള്ളി അവിടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതോടൊപ്പം നമുക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് റബ്ബും ചെയ്ത് കൊടുക്കാം. അതുപോലെ ഹനുമാൻ പറയുന്നുണ്ട്, ആ ഫുഡ് നോട്ടിൽ പറയുന്നുണ്ട്, മെഡിസിൻ ആക്ടിങ് അപ്പോൺ ദ ഇൻഫൻസ്, ദ പവർ ഓഫ് മെഡിസിൻസ് ആക്ടിങ് അപ്പോൺ ദ ഇൻഫൻസ് ത്രൂ ദ മിൽക്ക് ഓഫ് ദി മദർ. മദറിന്റെ മിൽക്കിൽ കൂടെ കൊടുത്താൽ മതി ഇൻഫൻസിന്. അപ്പൊ ജനിച്ച ന്യൂ ബോൺ തൊട്ട് ഒരു 6 മാസം വരെയുള്ള കുഞ്ഞിന് അമ്മ പാല് കൊടുക്കുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് കൊടുത്താൽ മതി. ത്രൂ ദ മിൽക്ക് ഓഫ് ദി മദർ. എവരി ഡിസീസ് ഇൻ എ ചൈൽഡ് ഈൽഡ് to the rightly chosen homeopathic medicine given in moderate dose to the nursing mother. മദറിന് കൊടുത്താൽ മതി. And so administered, it more easily and certainly utilized by these new world citizens than is possible later years. Later years നമുക്ക് വായിൽ വെച്ച് കൊടുക്കാം. പക്ഷെ അതിന് മുന്നേ ആണെങ്കിൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അമ്മയ്ക്ക് മെഡിസിൻ കൊടുത്താൽ മതി എന്നാണ് കനിമാൻ പറയുന്നത്. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതുപോലെ പറയുന്നുണ്ട്, അമ്മ ഇൻ കേസ് ഓഫ് മദേഴ്സ് ഇൻ ദെയർ ഫസ്റ്റ് പ്രഗ്നൻസി
ബൈ മീൻസ് ഓഫ് മൈൽഡ് ആന്റിസോറിക് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നാ പറയുന്നത്. ആന്റിസോറിക് എസ്പെഷ്യലി വിത്ത് സൾഫർ ഡൈനമൈസേഷൻ prepared according to the direction of this edition is indispensable അത്യാവശ്യമാണ് in order to destroy the sora that produces the most chronic diseases which is given them hereditary ആയിട്ട് വരുന്ന ഡിസീസ് മാറ്റണമെങ്കിൽ സൾഫർ ഡൈനമൈസ്ഡ് മെഡിസിൻ അമ്മയ്ക്ക് പ്രഗ്നന്റ് മദറിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസീസ് എല്ലാം മാറ്റിത്തരും. ഹനുമാൻ ഭംഗിയായിട്ട് എഴുതി വെച്ചേക്കാണ്. നമ്മൾ പഠിക്കാത്തതിന് ഹനുമാനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇതെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹനുമാൻ. And destroy in both within themselves and in the fetus. അവർക്കും എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ടുണ്ടെങ്കിൽ അവർക്കും മാറും, കൊച്ചിനും മാറും എന്നാണ് പറയുന്നത്. ആൻഡ് ഫീറ്റസ് thereby protecting posterity in advance. നേരത്തെ പ്രൊട്ടക്ട് ചെയ്യും. This is true of pregnant women thus treated. ഇങ്ങനെയാണ് pregnant women ട്രീറ്റ് ചെയ്യേണ്ടത്. They have given birth to children usually more healthy and stronger to the astonishment of everybody. എല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കുന്ന മോർ ഹെൽത്തി ആൻഡ് സ്ട്രോങ്ങർ ചൈൽഡ് ആയിരിക്കും. A new confirmation of great truth of Sora theory discovered by me. ഞാൻ കണ്ടുപിടിച്ച സോറ തിയറി അതാണ് പറയുന്നത്. ഹനുമാൻ ഇതെല്ലാം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്താൽ മതി. നമ്മൾ പഠിക്കാത്തതിന് ഹനുമാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ വയസ്സാം കാലത്താണ് ഇതെല്ലാം പഠിച്ചത് കേട്ടോ. അത് വേറെ കാര്യം. സാറിന്റെ അടുത്ത് പോയതിനു ശേഷം പ്രബുദ്ധിയൊക്കെ സാറിന്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ ഒന്നും അഹങ്കരിക്കുന്നൊന്നുമില്ല, കാരണം ഞാനും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ പ്രഫുൽ വിജയൊക്കെ സാറിന്റെ അടുത്ത് പോയപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതെ, സൾഫർ സാധനം ഏത് പൊട്ടൻസിയാ മദറിന് കൊടുക്കാറുള്ളത്? 200 ആണ് സാറ് പറയുന്നത് മാസ്റ്റ്. കാരണം സ്റ്റെം സെൽസിൽ ചെന്ന് ആക്ട് ചെയ്യണം, ജീൻസിന്റെ സ്റ്റെം സെൽസിൽ ചെന്ന് ആക്ട് ചെയ്യണമെങ്കിൽ 200 പൊട്ടൻസി ഒറ്റ സിംഗിൾ ഡോസ് കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷെ കറക്റ്റ് സിമിലിമം ആയിരിക്കണം. പക്ഷെ ഇത് സാറ് സൾഫർ എന്നാ ശരിക്കും പറയുന്നത്. അപ്പൊ സൾഫർ കൊടുത്താൽ മതി. യൂണിവേഴ്സൽ ഇതല്ലേ, കിങ് ഓഫ് ആന്റിസോറിക് റെമഡി അല്ലേ. പിന്നെ സൾഫർ കൊടുത്താൽ മതി. എല്ലാ പ്രഗ്നന്റ് മദറിനും ഇനി ഹെറിഡിറ്ററി ഡിസീസ് വരാതിരിക്കാൻ സൾഫർ എല്ലാവരും കൊടുക്കുക. ഏകദേശം ഏത് മാസം കൊടുക്കേണ്ടിയിരിക്കും? അത് പ്രഗ്നന്റ് മദറിന് പറയുന്ന ഇന്ത്യൻ ഫസ്റ്റ് പ്രഗ്നൻസി അത് പറയുന്നില്ല. പ്രഗ്നൻസിയിൽ കൊടുക്കുക എന്നാണ് പറയുന്നത്. അത് ആദ്യത്തെ മന്തിൽ, ആദ്യത്തെ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാലുള്ള മന്തിൽ കൊടുക്കുക, 3rd മന്തിൽ കൊടുക്കുക. ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് ബ്രാക്കറ്റിൽ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് ഇട്ടേക്കുന്നു കേട്ടോ. ബ്രാക്കറ്റിൽ ഫസ്റ്റ് എന്ന് ഇട്ടേക്കുന്നു. പ്രഗ്നൻസി അപ്പൊ എപ്പോഴും വേണമെങ്കിലും കൊടുക്കാതിരിക്കും. പക്ഷെ ഇൻ കേസ് ഓഫ് മദേഴ്സ് ഇൻ ദെയർ പ്രഗ്നൻസി എന്നിട്ട് ബ്രാക്കറ്റിൽ ഫസ്റ്റ് എന്ന് ഇട്ടേക്കുന്നു. ബൈ മീൻസ് ഓഫ് mild antisoric treatment, especially with sulfur dynamization prepared according to the direction of in this edition, is indispensable in order to destroy sora that produces most chronic diseases which is given them hereditarily. Hereditarily വരുന്ന chronic disease അത്രയും പ്രിവെന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നിട്ട് destroy it both within themselves എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത്, ബോത്ത് വിത്തിൻ themselves ആൻഡ് ഇൻ ദ ഫീറ്റസ്, thereby protecting posterity in advance. നേരത്തെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. ദിസ് ഈസ് ട്രൂ ഓഫ് പ്രഗ്നന്റ് വിമൻ thus treated. അങ്ങനെ പ്രഗ്നന്റ് വിമനെ ട്രീറ്റ് ചെയ്യുക. അവർക്ക് ഛർദിലൊന്നും വരില്ലെന്നാണ് ഹനുമാൻ പറയുന്നത്. കാരണം ഒരു ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹനുമാൻ പറയുന്നത് അവർക്കും ഹെറിഡിറ്ററി ആയിട്ട് വല്ല അസുഖം ഉണ്ടെങ്കിൽ അത് അവർക്കും മാറിക്കിട്ടും, കുഞ്ഞിനും മാറും എന്നാണ് പറയുന്നത്. നല്ല ഹെൽത്തി ചൈൽഡ് ജനിക്കുകയും ചെയ്യും. ഇനി ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കട്ടെ. ദിവ്യശ്രീ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഡോക്ടറെ ഗുഡ് ഈവനിങ്. ഡോക്ടറെ, ഞാൻ എന്റെ ഒരു പേഴ്സണൽ കാര്യം തന്നെയാ പറയാൻ പോകുന്നത്. എനിക്കിപ്പോഴും ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ
ഞാൻ ഈ പഠിച്ചതിന്റെ ഒരു ഓർമ്മ വെച്ചിട്ടും ഫസ്റ്റ് ആ, ട്രൈമസ്റ്ററിൽ സൾഫർ കഴിക്കണം എന്നുള്ള ഒരു ഇതില് ഞാനൊരു 3rd മന്ത് സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേനും സൾഫർ കഴിച്ചിരുന്നു. ഓ 200 പൊട്ടൻസിയ കഴിച്ച് ഞാൻ ഓ കഴിച്ച് ഒരു 5th മന്ത് ഒക്കെ ആയപ്പോഴത്തേനും, അതിന് മുമ്പ് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ അറിയില്ല. 5th മന്തിൽ അനോമലി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഫ്ലൂയിഡ് കുറവായിട്ട് ആ, പ്രശ്നം വന്നിട്ട് പിന്നെ അബോർട്ട് ചെയ്യേണ്ടി വന്നു. ഓ അപ്പൊ അത് എനിക്ക് ശരി. ഇപ്പം അത് കഴിഞ്ഞ് അബോർട്ട് ഇൻഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡും തേർഡും ഒരു 1 ഇയറിനുള്ളിൽ തന്നെ സെക്കൻഡ് ബേബി ഉണ്ടായി. അവനും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ മോളുണ്ടായി. അവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ ഈ മെഡിസിൻസ് ഒന്നും പിന്നെ കഴിച്ചിട്ടുമില്ല. ഓക്കെ. പക്ഷെ ഹനുമാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന എനിക്കറിഞ്ഞൂടാ. ഹനുമാൻ അതെ എഴുതി ഡോക്ടറെ, വെച്ചേക്കുന്ന അതാണ് ഞാനും ആ പഠിച്ച സമയത്ത് ഇത് നമ്മൾ വായിച്ചതിന്റെയും അറിവിന്റെയും വെച്ചിട്ടാണ് കഴിച്ചത്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. എനിക്കും അറ്റ് പ്രസന്റ് ഒരു അസുഖങ്ങളും അങ്ങനെ ഒന്നും വന്നിട്ടുമില്ല. വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പൊ പക്ഷെ ഫസ്റ്റ് 3 മന്ത്സിൽ കഴിക്കരുത് ആയിരിക്കും. കാരണം ഫസ്റ്റ് 3 മന്ത്സിൽ കുഞ്ഞിന് വയബിൾ ആകുന്നില്ല. 4th മന്ത് ചിലപ്പോ അത് തൊട്ട് വയബിൾ ആകുന്നുള്ളു, ലൈഫ് വരുന്നുള്ളു. അപ്പൊ വരുന്നുള്ളൂ. ലൈഫ് പക്ഷെ വന്നിട്ടേ കഴിച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മള് എവിടോ നമ്മള് ഈ ബുക്കിനകത്ത് തന്നെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സൾഫർ കഴിക്കണം, സെക്കൻഡിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ കാൽക്കേരിയാന്ന് തോന്നുന്നു. പറയുന്നുണ്ടോ? ബുക്കിൽ നമ്മൾ പറയുന്നുണ്ടോ? ഞാൻ ഏതോ ബുക്കിൽ ഞാൻ വായിച്ചു. എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പൊ ഓർമ്മയില്ല. അന്ന് പഠിച്ച ഓർഗനോളിൽ സമയത്തായതുകൊണ്ട്. പറയുന്നില്ല. ഓർഗനോളിൽ പറയുന്നില്ല. എന്നാ വേറെ ആരുടെയെങ്കിലും ബുക്കിലാവാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ തന്നെയാ സൾഫർ കഴിക്കണം എന്നാണ്. 200 തന്നെയാ ഞാൻ കഴിച്ചതും. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ ഒരു ഡൗട്ടായിട്ട് നിൽക്കുക. എനിക്ക് ഇപ്പോഴും അതൊരു ക്ലിയർ ആയിട്ടില്ല. അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് എനിക്കറിഞ്ഞ. ഹനുമാൻ എഴുതിയേക്കുന്നതാണ് ഞാൻ വായിച്ചത്. എനിക്ക് ആ, അത്രേ ആ. അറിയാവൂ. അല്ല, ഞാനേ ഡോക്ടറെ പലതും ഇങ്ങനെ സ്വയം പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മൾ പീരീഡ്സിന്റെ സമയത്ത് നക്സോമിക്ക കഴിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആ സമയത്ത് പെയിനും ഒക്കെ നമുക്ക് മാറി കിട്ടുമ്പോൾ ഇതേപോലെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ബുക്കിന്റെ പേരൊന്നും ഇപ്പൊ ഓർമ്മയില്ല. അപ്പൊ ഇത് ബുക്കില് കഴിച്ചപ്പോ വായിച്ചില്ല ഡോക്ടറെ. നക്സോമിക്ക അല്ല, ഓർഗനോണിൽ തന്നെയാണെന്നാ തോന്നുന്നു. ഫുഡ് നോട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. പീരീഡ്സിന്റെ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻ സേഫ് ആയിട്ട് ആ സമയത്ത് ഡിസ്റ്റർബൻസ് ഒക്കെ മാറ്റാം. നക്സോമിക്കയാണ് അത് എഴുതിയിരുന്നത്. എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് കാരണം കഴിച്ചതിൽ പിന്നെ ആ സമയത്ത് കുറച്ച് ബ്ലീഡിങ്ങും ആ പീരീഡ്സിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. പിന്നെ അത് ആന്റിഡോട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ പിന്നീട് എനിക്ക് പീരീഡ്സിലോ ഒന്നും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടില്ല. അതും പറയാം. അത് അത് ചിലപ്പോ ഇഡിയോസിൻക്രസി ആയിരിക്കാം. കാരണം ആയിരിക്കാം. സെൻസിറ്റീവ് ആയിരിക്കാം. അതെ അതെ. സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം. കാരണം ആയിരിക്കാം. അല്ലെങ്കിൽ നക്സോമിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. അപ്പൊ അതെ അതെ. അതുകൊണ്ടായിരിക്കാം. എനിക്കറിഞ്ഞൂടാ. കാരണം ഞാൻ ഓക്കെ. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതെ, നക്സോമിക്ക് എനിക്കും അങ്ങനെ നമ്മൾ വായിച്ചത് എത്രത്തോളം ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പറ്റില്ല. ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ പലതും ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ മാം, താങ്ക് യു. ഞാൻ അതേപോലെ ഒരു കാര്യം കൂടെ, ഈ നമ്മള് അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിലൂടെ അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു കേസ് എന്റെ അമ്മയുടെ തന്നെ 2018 വെന്റിലേറ്ററിലായിരുന്നു അമ്മ. ന്യൂമോണിയ ആയിട്ട് സീരിയസ് ആയി റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ന്യൂമോണിയ അടിച്ചു. ലങ്സ് അവര് കംപ്ലീറ്റ് ആയിട്ട് ഇതായി എന്ന് പറഞ്ഞ് വെന്റിലേറ്ററിലായി. അപ്പൊ അവര് നമ്മളെ മെഡിസിൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഒരു 5-6 ഡേയ്സ് കഴിഞ്ഞ് നോ റെസ്പോൺസ്. അപ്പൊ മെഡിസിൻ നാരായണ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്ത മീൻസ് ഒളിപ്പിച്ച് വെച്ചിട്ട് ചുരിദാറിന്റെ കൈ ഫോൾഡില് ഞാൻ മെഡിസിൻ ഒളിപ്പിച്ച് വെച്ചിട്ട് ഹാൻഡിന്റെ അവിടെയാണ്, നമ്മുടെ പാമാർ ആസ്പെക്റ്റിലാണ് തൂത്തു. കൈ പാമിലല്ല, സോറി, എന്റെ ജസ്റ്റ് റിസ്റ്റിന്റെ കുറച്ച് മേളിലായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തു. ആന്റി മാസ് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് അമ്മയ്ക്കൊരു എനിക്ക് ആ സമയത്ത് അമ്മ ഭയങ്കര ആദ്യം നമ്മൾ കാർബോവേജ് ആണ് 2 ഡോസ് കൊടുത്തിട്ടാ സ്റ്റാർട്ട് ആയി. അപ്പോഴൊരു സെൻസിറ്റിവിറ്റി ആയത് ശരിക്കും ചെറുതായിട്ട്. അതിനുശേഷം ആന്റി മാസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബഹളമൊക്കെ തുടങ്ങി. അമ്മ ഭയങ്കര അങ്ങനെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റുകൊണ്ട് 15 മിനിറ്റ്സിൽ ഞാനൊരു 50-20 അങ്ങനെ മിനിറ്റ്സിൽ ഒരു മിഡ് നൈറ്റ് വരെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് പിറ്റേന്നായപ്പോഴത്തേനും ഇത് മാറ്റാൻ പറ്റി. എന്താ പറയുന്നത്, അവർക്ക് ഒബ്സർവേഷനിൽ അവർ പറഞ്ഞു ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇതെല്ലാം നോർമലായി വരുന്നുണ്ട്. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേന് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. ഇതുപോലെ ഈ റബ്ബിങ് ഡോക്ടറെ എനിക്ക് ഒരു തവണ എനിക്ക് കാംഫർ റബ്ബ് ചെയ്യേണ്ടി വന്നു. കാരണം എന്റെ അനുഭവമാണ്. കാരണം എനിക്ക് ഒരു തലേന്ന് ഒരു ഫിലിം പോയി കണ്ടിട്ട് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ ഫിലിമിന്റെ ഇതുകൊണ്ട് ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഓർക്കാനം വന്നു. ഓർക്കാനം വന്നിട്ട് ഞാൻ ലാറ്റിനിൽ പോയി ഓർക്കാനിച്ചിട്ട് ഒന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ വീണുപോയി, അവിടെ തന്നെ വീണുപോയി. എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തളർന്നു പോയി ഞാൻ.
അപ്പൊ ഓക്കെ ഞാൻ ഓക്കെ എനിക്ക് ഹസ്ബൻഡിനെ വിളിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ അവിടെ അങ്ങ് വീണുപോയി. അപ്പൊ ആ ഹാ ഹാ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അപ്പൊ ഹസ്ബൻഡ് എന്താ ഞാൻ വീഴുന്ന സൗണ്ട് കേട്ടിട്ടായിരിക്കും വന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, ആദ്യം ഞാൻ പറഞ്ഞത് വെറൈറ്റർ എടുക്കാനാ പറഞ്ഞത്, പക്ഷെ അത് മണപ്പിച്ചപ്പോ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കാംഫർ മണപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ കാംഫർ 200 പഞ്ഞിയിൽ മുക്കിക്കൊണ്ടുവന്ന് എനിക്ക് മണപ്പിച്ച് ഒരു ഡ്രോപ്പ് നാക്കിലും ഡ്രോപ്പ് ചെയ്ത് തന്ന്. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് റീഗെയിൻ ചെയ്തു. എനിക്ക് എനിക്ക് നിൽക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. എന്നിട്ട് അപ്പൊ നമ്മുടെ മെഡിസിൻ അത്ര ഭയങ്കരമായിട്ട് എന്റെ അനുഭവമാണ്, സ്വന്തം അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, ഞാനും ഇത് നമുക്ക് പേഴ്സണൽ ഇത് വരുമ്പോൾ ഡയറക്റ്റ് കാണുമ്പോഴാണല്ലോ നമുക്ക് മാഡം കുറച്ചും കൂടെ ഒരു ഇതായിട്ട് വരുന്നത്. എന്റെ അമ്മയുടെ കേസ് തന്നെ എനിക്ക് അമ്മയ്ക്ക് അവരും പറ്റത്തില്ല, കൊണ്ടുപോകും, റിമൂവ് ചെയ്ത ഡെത്ത് എങ്ങനെ പറഞ്ഞ കേസ് നമ്മുടെ മുമ്പിൽ തന്നെ അത്രയും ചെയ്യാൻ പറ്റും. വളരെ നമ്മുടെ സിസ്റ്റത്തിനോട് നന്ദിയുള്ള ഒരു കാര്യം. കാരണം ഇതൊരു ഡിവൈൻ സയൻസ് ആണ് ഡോക്ടറെ. ആ ഡിവൈൻ സയൻസ് എപ്പോഴും നമ്മളെ ഒരു ദൈവം അവിടെ മുകളിൽ ഇരിപ്പുണ്ട് ഇതിനെ നിയന്ത്രിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഗുഡ് ഡീഡ്സ് ആണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഗുഡ് ഡീഡ്സ് ആണ്. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചും നല്ലതേ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഇന്റൻഷൻ ചീത്തയാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതും ചീത്തയായിരിക്കും ഡോക്ടറെ. ഇതൊക്കെ പ്രകൃതി നിയമമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗുഡ് ഡീഡ്സ് പേഷ്യൻസ്. ദിവ്യശ്രീ ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. ഈ അബോർഷൻ എന്ന് പറയുമ്പോ സോറ അല്ലല്ലോ, ആണോ? അല്ലല്ല, സിബിലിറ്റിക്ക്. അപ്പൊ പിന്നെ നമ്മളത് സൾഫർ കൊടുത്തത് കൊണ്ടല്ലായിരിക്കുമല്ലോ. അബോർഷന്റെ കാര്യമല്ല മാഡം ഞാൻ പറഞ്ഞത്. എനിക്കൊരു ഡൗട്ട് വന്നത് ഈ ഫ്ലൂയിഡിനെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാ സൾഫർ കഴിച്ചിട്ടേ. അബോർഷൻ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വന്നതാ ഡോക്ടറെ. സൾഫറിന്റെ പ്രൂവിങ്ങിൽ പറയുന്നുണ്ട്, അത് നോക്കാൻ മെറ്റീരിയൽ പ്യൂറയിൽ നോക്കാറുണ്ട്. അത് മെറ്റീരിയൽ പ്യൂർ ഹനുമാൻ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര 2600 സിംറ്റം ഉണ്ട് സൾഫറിന്റെ പ്രൂവിങ്. അതിൽ നോക്കിയാൽ ഡോക്ടർക്ക് നന്ദി പറയണേ, ദിവ്യശ്രീ ഡോക്ടറെ. അനിത ഡോക്ടറുടെ ഞാൻ ക്ലാസ് സത്യത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ ഡോക്ടറെ സൂപ്പറായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പല ഡൗട്ടുകളും ഉണ്ടായിരുന്നത് കുറെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏത് റൂബ്രിക് എടുക്കണം, ഈ പറയുന്ന സെൻസിറ്റിവിറ്റി, പ്രൊലാപ്സിന്റെ ഒക്കെ കേസ് ശരിക്കും അത് ആർമിക്ക് കൊടുത്തു. ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ അറിവുകളാണ്. ഡോക്ടറെ എനിക്ക് അനുഭവം ഉള്ളതാണ്, സാറ് പറഞ്ഞതാണ്. ഈ പ്രൊലാപ്സ് ആർമിക്ക കൊടുത്ത കറക്റ്റ് അത് മാറുന്നത്. അതൊക്കെ ഒരുപാട് കേസുകൾ മിസ്സായി പോയല്ലോ എന്ന് ഓർത്തപ്പം ദുഃഖം വരും. കുറച്ച് മുന്നേ മാഡത്തിന് പരിചയപ്പെടുന്നു. മാഡത്തിന് വളരെയധികം നന്ദി പറയും ഇത്രയും നല്ല സൂപ്പറായിട്ടൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു മാഡം. താങ്ക് യു IFPH. താങ്ക് യു ടു ഓൾ. താങ്ക് യു. അങ്ങനെ നമ്മുടെ റൂബ്രിക്കിൽ അഗ്രഗണ്യായ ഡോക്ടറുടെ അഞ്ചാം ഭാഗത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വീണ്ടും എത്രയും വേഗം വന്ന് ബാക്കി ഭാഗവും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1861 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.